അല്ലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി നീ പുതിയ മനുഷ്യനെ ധരിച്ചുവോ? അതെല്ലാവരും അങ്ങനെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈ വരുന്ന 2025 നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആഴത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട് പുതിയ സൃഷ്ടികളായി ഈ പുതുവർഷം നമ്മൾ വരവേൽക്കണം, നമ്മൾ സ്വീകരിക്കണം. കാരണം അതിലൂടെ ദൈവം ഈ വരാൻ പോകുന്ന നാളുകളിൽ നമുക്ക് നൽകാൻ പോകുന്ന വലിയ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ നമ്മൾ യോഗ്യരായി തീരുകയാണ്. ഹല്ലേലൂയ. എങ്ങനെ വിശ്വസിക്കുകയാണ്? ദൈവം നിങ്ങളെ ഇവിടെ ഒരുക്കി ഈ 2025 തരാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി കർത്താവ് നിങ്ങളെ ഒരുക്കുകയാണ് ചെയ്തത്. ഈ 24 എല്ലാ തിന്മകളെയും എല്ലാ അശുദ്ധികളെയും എല്ലാ പഴുതിനെല്ലാം തുടച്ച് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ 24ാമത്തെ വർഷം കടന്നു പോകുമ്പോൾ 2024 കടന്നു പോകുമ്പോൾ കഴിഞ്ഞൊരു വർഷവും അതിന് മുമ്പത്തെ വർഷവും 22, 23 നമുക്ക് ഞാൻ വിചാരിക്കുകയാണ് 2 വർഷമായിട്ട് നമ്മൾ കടന്നുപോയ ഒരു വചനമുണ്ടായിരുന്നു. സങ്കീർത്തനം 30 1 വചനം, കർത്താവേ ഞാനങ്ങയെ പാടി പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു, എൻ്റെ ശത്രു എൻ്റെ വിജയം ആഘോഷിക്കാൻ അങ്ങ് ഇടയാക്കിയില്ല. ഒന്നിട്ട് പറഞ്ഞ്, കർത്താവേ ഞാനങ്ങയെ പാടി പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു, എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ അങ്ങ് ഇടയാക്കിയില്ല. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ അങ്ങ് ഇടയാക്കിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ശത്രു നിന്നെ മേൽ വിജയം ആഘോഷിക്കാൻ ഇട വന്നിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 2024 ആണ്ടിൽ നിൻ്റെ ശത്രു നിന്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇട വന്നിട്ടുണ്ടോ? ഉറപ്പാണോ? ജീവിതത്തിൽ എവിടെയെങ്കിലും തലത്തിൽ എവിടെയെങ്കിലും ശത്രു, അത് പിശാചാണ്, അവൻ എവിടെയെങ്കിലും സന്തോഷിക്കാൻ നീ അവസരം കൊടുത്തിട്ടുണ്ടോ? അവസരം കൊടുത്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവൻ വിജയം ആഘോഷിച്ചിട്ടുണ്ടോ നിൻ്റെ മേൽ? ഒരിക്കലും വിജയം ആഘോഷിക്കാൻ ഇടവരാതിരിക്കട്ടെ. എപ്പോഴും നമ്മുടെ മേൽ കർത്താവ് വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനത്തിൻ്റെ അവസാന ഭാഗം കൂടിയാണ് നമുക്ക് നൽകപ്പെട്ട വചനമായിരുന്നത്. 11 വചനം, അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി, അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രം അഴിച്ച് ആനന്ദമണിയിച്ചു. ഈ വചനം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം പറയാനായിട്ട്, അതിൻ്റെ ഓരോ വാക്കും മനസ്സിലാക്കി വേണം പറയാനായിട്ട്. എന്നിട്ട് പറയണം, അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. ഒരിക്കൽ കൂടി, അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി, അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രം അഴിച്ച് ആനന്ദമണിയിച്ചു. അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രം അഴിച്ച് ആനന്ദത്തിൻ്റെ വസ്ത്രം അണിയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നിങ്ങൾ ചിന്തിക്കണം, ഈ 2 വചനങ്ങൾ ഈ ഒരു കഴിഞ്ഞ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ അതെങ്ങനെയാണ് നിങ്ങളിൽ പ്രാവർത്തികമായത്? നിങ്ങളിലെ വിലാപത്തിൻ്റെ, കണ്ണുനീരിൻ്റെ, രോഗത്തിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ ചാക്കുവസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് ദൈവം തന്നെ ഈ കഴിഞ്ഞ വർഷം ആനന്ദത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ചുവോ? നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ഉത്തരം പറയണം. കാരണം നമ്മുടെ കൃതജ്ഞത അതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. നിങ്ങൾക്കുണ്ടായിരുന്ന ആദ്യത്തെ വചനം പറഞ്ഞു, അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദമാക്കി മാറ്റി. എൻ്റെ വിലാപത്തെ, എൻ്റെ വേദനകളെ, എൻ്റെ കണ്ണുനീരിനെ, എൻ്റെ തകർച്ചകളെ, പരാജയങ്ങളെ അവിടുന്ന് ആനന്ദ നൃത്തമാക്കി മാറ്റി. പിന്നെ പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ വിലാപത്തിൻ്റെ ചാക്കുവസ്ത്രം അഴിച്ചു മാറ്റി. എൻ്റെ ചാക്കുവസ്ത്രം, അത് വിലാപത്തിൻ്റെ ചാക്കുവസ്ത്രമാണ്. ദാരിദ്ര്യത്തിൻ്റെ, രോഗങ്ങളുടെ ചാക്കുവസ്ത്രമായിരിക്കാം,
അത് അഴിച്ചു മാറ്റിയിട്ട് ആനന്ദത്തിൻ്റെ പുതിയ വസ്ത്രം എന്നെ അണിയിച്ചു. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ ഒരു പറഞ്ഞൊരു വചനം നിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന വേദനകളെയും തകർച്ചകളെയും ദൈവം എടുത്തു മാറ്റിയിട്ട് നിനക്ക് ഹൃദയ ആനന്ദം ദൈവം തന്നു. അതിൻ്റെ അർത്ഥം അതാണ്. നീ കടന്നിരുന്ന ദാരിദ്ര്യത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും വേദനയുടെയും വിലാപത്തിൻ്റെയും അവസ്ഥകളും ദൈവം നിന്നെ പൊക്കിയെടുത്തതിനെ ഉയർത്തി നിനക്ക് സന്തോഷവും സമാധാനവും തന്നു ജീവിതത്തിൽ. അങ്ങനെ കിട്ടിയവർ ഒന്ന് എഴുന്നേൽക്കാവോ? തന്നെ ശ്രദ്ധിക്കട്ടെ, കൈ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും കൊണ്ട് ശ്രദ്ധിക്കുക ദൈവമേ. അത് കിട്ടാത്തവർക്ക് കൊണ്ട് ശ്രദ്ധിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. എല്ലാവരുടെയും വിലാപത്തിൻ്റെ ചാക്ക് വസ്ത്രം അഴിഞ്ഞു മാറണം. എല്ലാവരും കർത്താവേ അങ്ങയുടെ സമാധാനത്തിൻ്റെ ആനന്ദത്തിൻ്റെ പുതിയ വസ്ത്രം ധരിക്കുന്നവരായി മാറട്ടെ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊരു വചനം വരുമ്പോൾ നമ്മൾ അതിൽ മുറുകെ പിടിക്കണം, അത് പ്രാപിച്ചെടുക്കണം. നമ്മൾ ഇരിക്കുക. എഴുന്നേക്കാൻ പറ്റാതിരുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത പ്രാവശ്യം എല്ലാവരും എഴുന്നേക്കണം. ഹല്ലേലൂയ. കാരണം നമ്മൾ ഈ കഴിഞ്ഞ 2024 കുറിച്ചൊരു പ്രവചനം ഉണ്ടായിരുന്നു. 2024 അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കുമെന്ന്. അത് വാസ്തവത്തിൽ സംഭവിച്ചുവോ നിങ്ങളുടെ ജീവിതത്തിൽ? എത്ര പേർക്ക് പറയാൻ പറ്റും? ഒന്ന് എഴുന്നേറ്റ് തന്നെ മുമ്പിൽ 2024 എനിക്ക് ഏതെങ്കിലും തരത്തിൽ എനിക്ക് അനുഗ്രഹത്തിൻ്റെ വർഷമായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന എഴുന്നേറ്റ്. അങ്ങനെ ആലോചിച്ച് എഴുന്നേറ്റില്ല. ഇതൊക്കെ പെട്ടെന്ന് ഉത്തരം വേണം. ഇരുന്ന് കൊള്ളുക. താൻ ശ്രദ്ധിച്ചിട്ട് ഒന്ന് ശ്രദ്ധിക്കുക, നന്ദിയോടെ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം, നന്ദി, അങ്ങേക്കും മഹത്വം, ആരാധന. ഹല്ലേലൂയ, 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 ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, 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 ആരാധന, സ്തോത്രം ദൈവത്തിന്. ഹല്ലേലൂയ കർത്താവേ, സ്തുതിക്കുന്നു, സ്തോത്രം. നമ്മുടെ കരങ്ങൾ അടിച്ചു വന്നാൽ നന്ദി പറയാം. ഇരിക്കുക. ഈ 2025 നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത് അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് എന്നുള്ള വാഗ്ദാനവുമായിട്ടാണ്. അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക്, സമൃദ്ധിയിലേക്ക്. അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക്, സമൃദ്ധിയിലേക്ക്. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ആരാധന. അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ തലങ്ങളും വരികയാണ്. പക്ഷെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ, അതിൽ രോഗിയെ സംബന്ധിച്ചിടത്തോളം രോഗസൗഖ്യത്തിൻ്റെ മേഖലയിൽ, ഒരു സാമ്പത്തിക കടപ്പാട് കിടന്നവരെ സംബന്ധിച്ചുള്ള അവൻ്റെ സാമ്പത്തിക മേഖലയിൽ, അപ്പോൾ ഏത് തലങ്ങളിലും അനുഗ്രഹം കടന്നു വരാം. അപ്പം നിങ്ങൾ കണ്ടെത്തേണ്ട ഇതാണ്, നമ്മൾ ദൈവത്തോട് നന്ദി പറയേണ്ട ഒരു തലമാണത്. ദൈവമേ, ഈ കഴിഞ്ഞ 2024 എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം തലങ്ങളിലാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ എണ്ണി കണ്ടെത്തണം. അത് ഏറ്റുപറഞ്ഞ് നന്ദി പറയണം കർത്താവിൻ്റെ മുമ്പിൽ. കാരണം നമ്മളിന് കൃതജ്ഞത അർപ്പിക്കുമ്പോഴാണ് അത് ബലിയായി സ്വീകരിക്കപ്പെട്ട് അടുത്ത പടി നമ്മളിലേക്ക് കടന്നു വരത്തുള്ളൂ. നമ്മൾ നന്ദി പറയുന്നില്ല എങ്കിൽ അതങ്ങനെ നിൽക്കുകയാണ്. അതിന് ഉണർത്താൻ പറ്റുന്നില്ല, അനുഗ്രഹത്തെ ഉണർത്താൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങളോട് പറയും, ഈ 2025 അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്കും അത് സമൃദ്ധിയിലേക്കുമായിരിക്കും പോവുക. 2026 അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്കും സമൃദ്ധിയിൽ നിന്നും സമൃദ്ധിയിലേക്കുള്ളതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ മറിയാം, ആവേ മറിയാം, ആവേ മറിയാം. അതിന് കാരണം സ്പിരിറ്റ് ജീസസ് എന്ന അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തെ
തൻ്റെ ജനത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി കർത്താവ് ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. ആരെല്ലാം ഈ അഭിഷേകത്തോട് ചേർന്ന് വിശ്വസ്തരായിട്ട് നിൽക്കുന്നുവോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെടും. ഒരു സംശയമില്ല, ഒരു സംശയമില്ല. കാരണം ഞാൻ കണ്ടത് അനേകം സംഭവങ്ങളുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കിയ ഒരു ദൈവത്തെയാണ് ഞാൻ അനേകം കാര്യങ്ങൾ ഞാൻ കണ്ടത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം, അത് ഞാനിവിടുന്ന് പറഞ്ഞാൽ തീരില്ല. അത് ഓരോ എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ഒരുപക്ഷെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ള അനേകം വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വാക്ക് പറഞ്ഞതായിരിക്കാം, അത് വലിയ മാലപ്പടക്കം പെട്ടുന്ന പോലെ അത് വലിയ അനുഗ്രഹമായിട്ട് അവർക്ക് ലഭിച്ചത്. പഠിക്കുന്നൊരു കുട്ടിക്കായിരിക്കാം ഒരു വാക്ക് കേട്ടത് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞപ്പോൾ അഭിഷേകം അവിടെയൊക്കെ ചെന്ന് നടത്തിയ വലിയ വീര്യ പ്രവൃത്തികളുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ആ ഉറപ്പിലാണ് ഞാൻ പറയുന്നത്, നമ്മൾ എത്രമാത്രം വിശ്വസ്തരാണോ അഭിഷേകത്തോടുള്ള ബന്ധത്തിൽ അത്ര അധികമായി ദൈവം അനുഗ്രഹിച്ചിരിക്കും. ഒരു സംശയവും കാര്യത്തില്ല. ഇരുന്നോളൂ. വിശുദ്ധ പത്രോസ്ലീഹ നമ്മോട് പറയുന്നു, പഠിപ്പിക്കുന്നു. വിശുദ്ധ പത്രോസ് ലേഖനം 3:8-15 അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ നമ്മുടെ അവകാശമാണ്. 1 പത്രോസ് 3:8 വചനമാണ്, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. എന്നിട്ട് പറയുക, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഒരു വ്യവസ്ഥ കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ അനുഗ്രഹം അവകാശമാക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടു. പക്ഷെ അങ്ങനെ വിളിക്കപ്പെട്ട നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഒരിക്കലും തിന്മയ്ക്ക് പകരം തിന്മ കൊടുക്കരുത്, നിന്ദനത്തിന് പകരം നിന്ദനം കൊടുക്കരുത്. മറിച്ച് എന്ത് ചെയ്യണം? എന്തിനാ പറഞ്ഞത്? അനുഗ്രഹിക്കുക, അനുഗ്രഹിക്കുക. നിന്നെ ശപിക്കുന്നവരെ നീ അനുഗ്രഹിക്കുക. അത് നിനക്ക് അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. അപ്പോൾ നമ്മൾ ഈ രാത്രിയിൽ നമ്മൾ ഈ 2025 കടക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ വാഗ്ദാനം, ഈ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹം അത് സമൃദ്ധിയിലേക്ക് എന്നുള്ള ഈ വാഗ്ദാനം നമുക്ക് എങ്ങനെ പ്രാപിക്കാൻ സാധിക്കും? എന്താണ് അനുഗ്രഹത്തിലേക്കുള്ള വഴി? ഏത് വഴിയിൽ പോയാൽ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും? ഇപ്പം രക്ഷയുടെ വഴി ഏതാണ്? ആരാ രക്ഷയുടെ വഴി എന്ന് പറയുന്നത്? യേശു. യേശു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി യേശുവാണ്, പിതാവിലേക്കുള്ള വഴി. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാനുള്ള വഴിയുണ്ട്. ആ വഴി എന്താണ്? ഇതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. നമ്മൾ തിരുവനന്തപുരത്ത് കാണുകയാണ്, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കർത്താവ് ദൈവം ഒരു മനുഷ്യനെ ആദ്യം തിരഞ്ഞെടുത്തു, അബ്രാഹത്തെ. പിന്നീട് അബ്രാഹത്തിൻ്റെ മകൻ ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കോബിന് 3 പേരെ ദൈവം ലോകം മുഴുവന് വേണ്ടി, ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാൻ വേണ്ടി ഈ 3 നാമങ്ങളെ ദൈവം സ്ഥാപിച്ചു. ഈ 3 പേരെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചു. അബ്രാഹത്തിന് വലിയ വിശ്വാസവും വിശ്വസ്തതയും, അവൻ ദൈവത്തിൽ സമൃദ്ധി കണ്ടെത്തിയവനാണ്. സ്വന്തം പുത്രനേക്കാൾ ഉപരിയായി അവൻ ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കാൻ അബ്രഹാം തയ്യാറായപ്പോൾ കർത്താവ് ഒരു വാഗ്ദാനം കൊടുത്തു, നിന്റെ സന്തതിയിലൂടെ ഭൂമുഖത്തെ കുടുംബങ്ങളും ജനതകളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അബ്രഹാം ദൈവത്തിന് മുമ്പിൽ അവൻ പ്രീതി കണ്ടെത്തിയവനായിട്ട് മാറി. ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു, നീ കാലുവെക്കുന്നതൊക്കെ നിൻ്റെ ഇടമായിരിക്കും. നീ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നടന്നുകൊള്ളുക, നീ എവിടെ കാലുവെക്കുന്നതൊക്കെ നിനക്കുള്ളതാണ്. വളരെയേറെ അനുഗ്രഹങ്ങളാണ് അബ്രഹാമിന് ദൈവം കൊടുത്തത് ആ വിളിയിൽ. അതിനുശേഷം വന്ന ഇസ്ഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. അവനും വലിയ വാഗ്ദാനങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. പിന്നീട് വരുന്നു യാക്കോബ്, 3ാമത്തെ മകൻ. നോക്കണമേ, ഒരു കുടുംബത്തിലെ 3 പേരാ, അപ്പൻ, മകൻ, മകൻ.
3 പേര്, ഒരു കുടുംബത്തിലെ 3 പേരെ ദൈവം ഉയർത്തി നിർത്തി. അതുകൊണ്ടാണ് കർത്താവ് ദൈവം മോശയ്ക്ക് ആദ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ മോശയെ പരിചയപ്പെടുത്തി എന്ത് പറഞ്ഞുകൊണ്ടാണ്? ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് പറഞ്ഞാണ്. 3 മനുഷ്യരുടെ പേരിലാണ് ദൈവം തന്നെ മോശയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ദൈവത്തിന് മുന്നിൽ എത്രമാത്രം മഹത്തരമായ 3 വ്യക്തിത്വങ്ങളാണ് അബ്രാഹവും ഇസ്ഹാക്കും യാക്കോബും. എന്തുകൊണ്ടാണ് ദൈവം അവരെ ഉയർത്തി നിർത്തിയത്? അബ്രാഹത്തിൻ്റെ വിശ്വസനയാണ് കാരണം. പക്ഷെ എന്തിനു വേണ്ടി ദൈവം അവരെ ഉയർത്തി? അത് നമ്മൾ പുറകോട്ട് ചിന്തിച്ചു പോയി കാണാൻ സാധിക്കുകയാണ്. ആദവും ഹവ്വയും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യന് വേണ്ടി, തൻ്റെ ജനത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി അവിടുന്ന് ഭൂമിയിൽ നൽകിയതെല്ലാ അനുഗ്രഹങ്ങളും നന്മകളും മുഴുവനും കൊള്ള ചെയ്യപ്പെട്ടു. അസൂയ പൂണ്ട പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട ഹവ്വ, ആദം, അവർ ചെയ്തുപോയ പാപത്തിലൂടെ ദൈവം മനുഷ്യന് കൊടുത്ത, ആദത്തിന് കൊടുത്ത ഭൂമിയിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം പിശാച് കൊള്ളയടിച്ചു. എന്ന് മാത്രമല്ല, ആദം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ ശാപം പേറി. ആദത്തിലൂടെ ഭൂമിയുടെ മേലെ ശാപം വീഴുന്നു. ഭൂമി പറയുന്നുണ്ട്, ഭൂമി നിനക്കായി മുള്ളും മുൾച്ചുള്ളിയും മുളപ്പിക്കും, അത് ഫലം തരികയില്ല. ആദത്തിലൂടെ ശാപം ഭൂമിയുടെ മേൽ വരുന്നു. ആദത്തിൻ്റെ മൂത്ത മകൻ കായേൻ സ്വന്തം സഹോദരനെ അവൻ കൊലപ്പെടുത്തി, അബേലിനെ. ഇതാ കായേലിലൂടെയും ശാപം വരികയാണ്. അങ്ങനെ 2 പേരിലൂടെ വന്ന ശാപം മൂലം ഭൂമുഖമാകെ വലിയ ദുരിതത്തിലായി. മനുഷ്യർക്കൊന്നും പ്രാപിക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം എല്ലാറ്റിനും മേലും അധിപതിയായി മാറിയത് സാത്താനാണ്. ആ പിശാചിൻ്റെ ആധിപത്യം മൂലം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. തൻ്റെ മക്കളാണ്, തൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ തന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം പിശാചെല്ലാം കൊള്ളയടിച്ചു, എല്ലാം അവൻ അധീനതയിലാക്കി. അങ്ങനെ സാത്താൻ കൊള്ളയടിച്ച് അവൻ അധീനതയിലാക്കിയ ഈ ഭൂമുഖത്തെ, ഈ ഭൂമുഖം ദൈവം വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ തൻ്റെ ജനങ്ങൾക്ക്, തൻ്റെ മക്കൾക്ക്, തന്നെ അന്വേഷിക്കുന്നവർക്ക് കൊടുക്കണം. അവിടെയാണ് അബ്രാഹാം വിജയം വരിച്ചത്. അബ്രാഹാം ദൈവത്തിൻ്റെ ഹിതത്തിന് മുമ്പിൽ ഒന്ന് അവൻ സ്വന്തം നാടും വീടും വിട്ട് കർത്താവ് ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോൾ അബ്രാഹാം എല്ലാം ഉപേക്ഷിച്ച് പോരുകയാണ്. മാതാപിതാക്കളെയും കുടുംബം എല്ലാം ഉപേക്ഷിച്ച് കർത്താവ് പറഞ്ഞു, ഞാൻ കാണിച്ച ദേശത്തേക്ക് നീ പോകണം. എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല. അപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ അവൻ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ടു. അവിടെയെല്ലാം ദൈവം അബ്രാഹത്തെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുകയാണ്. അവനെ അനുഗ്രഹിക്കുകയാണ് കർത്താവ് ദൈവം എല്ലായിടത്തും. ഒത്തിരിയേറെ ദുരിതങ്ങൾ അബ്രാഹത്തിനുണ്ടായി. ഇടയ്ക്ക് സമയത്ത് 2-3 പ്രാവശ്യം സാറ നഷ്ടപ്പെട്ടു. അവന് ഒത്തിരിയേറെ വേദന ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം അബ്രാഹാം ദൈവത്തെ മുറുകെ പിടിച്ചു. പിന്നീട് ഇസ്ഹാക്ക്, പിന്നീട് യാക്കോബ്, 3 പേരും ദൈവത്തിന് വിശ്വസ്തരായിട്ട് നിന്നു. അപ്പോൾ 2 പിതാക്കന്മാരെ നശിപ്പിച്ച് കളഞ്ഞ അനുഗ്രഹങ്ങളെ നമുക്ക് നേടിത്തരാൻ വേണ്ടി വേറെ 3 പിതാക്കന്മാരെ ദൈവം ഉയർത്തി നിർത്തി. അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. ഹല്ലേലൂയ. ആദവും കായേനും നശിപ്പിച്ച് കളഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരമായി, ആ 2 പേർക്ക് പകരമായി ഇവിടെ 3 പേരെ ദൈവം ഉയർത്തി നിർത്തി അനുഗ്രഹത്തിൻ്റെ പ്രതീകങ്ങളായിട്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 3:14 പറയുന്നുണ്ട്, അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിന് ഇപ്രകാരം സംഭവിച്ചത്. അത് 3:13 വചനമുണ്ട്. യേശു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. അതിനുശേഷം പറയുകയാണ്, അബ്രാഹത്തിൽ ലഭിച്ച അനുഗ്രഹം നമുക്ക് ലഭിക്കണം, യേശുക്രിസ്തു വഴി ലഭിക്കണം. അതുകൊണ്ടാണ് യേശു നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായിട്ട് മാറിയത്. അപ്പോൾ യേശു തന്നെ ശാപം പേറി ശപിക്കപ്പെട്ടവനായി മാറിക്കൊണ്ട് ഇതാ നമ്മളെ അവിടുന്ന് അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ നമ്മളെ അവിടുന്ന് യോഗ്യരും അർഹരുമാക്കി മാറ്റി. ഹല്ലേലൂയ. പക്ഷെ ഇതൊക്കെ സംഭവിച്ചിട്ടും അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റുന്നില്ല. വർഷങ്ങളായി സ്വീഡീസിൻ്റെ കൂട്ടായ്മയിലുണ്ട്, ധ്യാനങ്ങൾ കൂടുന്നു, പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നു. പക്ഷേ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം കൂടി ഞാൻ പറയട്ടെ. അത്രയും അധികമായ ഞെരുക്കമാണ് ഈ തലമുറയിൽ മനുഷ്യൻ കിടന്നിരുന്നത്. അതായത് യേശുക്രിസ്തുവിന് മുൻപുണ്ടായിരുന്ന മനുഷ്യർ, ജീവിച്ചിരുന്ന മനുഷ്യർ, അവർ നിയമം കിട്ടാത്തവർ, മോശയുടെ നിയമം കിട്ടി, പക്ഷെ അവർക്ക് പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നു. പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരായിരുന്നു. അവർക്ക് നിയമം ഉണ്ടായിരുന്നു യഹൂദന്മാർക്ക്.
പക്ഷേ ഭൂമിത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ആ നിയമം ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശുവിന് ശേഷം യേശു ക്രിസ്തുവിലൂടെ വിളിക്കപ്പെട്ട ക്രൈസ്തവ ജനത, അവർക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുത്തു. പരിശുദ്ധാത്മാവിനെ കൊടുത്തെങ്കിൽ പോലും അവർ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയം ജീവിക്കാൻ സാധ്യമല്ലാത്ത വണ്ണം അവരുടെ മേലുണ്ടായിരുന്ന തലമുറകളുടെ ഞെരുക്കം അത്ര ശക്തമാണ്. അത് ഓരോ കാലം കടന്നു പോകുന്നവരും നമ്മുടെ തലമുറയായപ്പോഴേക്കും അതികഠിനമായിട്ട് മാറി, അതിദുസ്സഹമായിട്ട് മാറി. ഇസ്രായേലിനെക്കുറിച്ച് പറയുന്നത്, ഇസ്രായേൽക്കാർ 430 വർഷം അടിമത്തിൽ കിടന്നു കഴിഞ്ഞു. അവരെ അത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടു. അതിനുശേഷം മോശയിലൂടെ കർത്താവ് ദൈവം അവരെ വിടുവിച്ചുകൊണ്ട് അവരെ 40 വർഷം നയിക്കുക മരുഭൂമിയിലൂടെ. പക്ഷെ അവർക്ക് ദൈവത്തെ അനുസരിക്കാൻ പറ്റുന്നില്ല. ഒരു അത്ഭുതം കാണുമ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കും. അടുത്ത നിമിഷം അവർ വീണ്ടും മനസ്സ് മാറി അവർ ദൈവത്തിന് എതിരായിട്ട് മാറും. എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അവർക്ക് ലഭിച്ച പീഡകളാണ്. അവർ കടന്നുപോയ അവരുടെ ആ 430 വർഷത്തെ സഹനങ്ങളും പീഡകളും വേദനകളും അത്ര ആഴത്തിൽ ഉള്ളതായിരുന്നു. തലമുറയോടെ അവിടെ കടന്നു വന്നതായ ആ ഞെരുക്കങ്ങൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ദൈവത്തെ വിശ്വസിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും അനുസരിക്കാനും കൊണ്ട് പറ്റിയില്ല. പിന്നെ ഇവിടെ ഇന്ന് നമ്മുടെ തലമുറകളിൽ നമുക്ക് ദൈവത്തിൻ്റെ നിയമങ്ങളും കുദാശകളും അഭിഷേകവും എല്ലാം ദൈവം തന്നിരുന്നു. പക്ഷേ നമ്മുടെ പിതാക്കന്മാർ അതനുസരിക്കാൻ തയ്യാറായില്ല. അനേകം ആളുകൾ, നമ്മുടെ കഴിഞ്ഞുപോയ തലമുറകൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാനോ കുദാശകളെ യോഗ്യമായി സ്വീകരിക്കാനോ വചനത്തെ അനുസരിക്കാനൊന്നും സാധിക്കാതെ അവർ ചെയ്തു പോയ പാപങ്ങളിലൂടെ ഇന്ന് നമ്മുടെ മേൽ വന്ന് ഈ തലമുറയിൽ വന്ന് വീണത് വലിയ ഭാരങ്ങളാണ്. നമുക്ക് എടുക്കാൻ താങ്ങാൻ പറ്റാത്ത ഭാരങ്ങൾ. ആ ഭാരങ്ങൾ വേറുമ്പോഴാണ് കർത്താവ് ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ഈ അഭിഷേകത്തിലേക്ക് വിളിച്ച് പാപങ്ങളെ മോചിപ്പിച്ച് വീണ്ടും ജനിപ്പിച്ച് പരിശുദ്ധാത്മ അഭിഷേകത്തെ തന്നത്. ആ ദൈവത്തിന് വേണ്ടി കാരുണ്യ ഇടപെടലുമായിരുന്നു. ഈ അഭിഷേകത്തിലൂടെ നിങ്ങൾ ഓരോരുത്തരെയും തിരിച്ചു കൊണ്ടുവരാൻ, തൻ്റെ സ്വന്തം ജനതയാക്കി മാറ്റുവാൻ, തന്നോട് ചേർത്ത് നിർത്തുവാൻ, ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ പിതാവ് ആഗ്രഹിച്ചു. അബ്രാഹത്തിന് കൊടുത്ത അനുഗ്രഹങ്ങൾ, യാക്കോബിനും ഇസ്ഹാക്കിനും കൊടുത്ത അനുഗ്രഹങ്ങൾ എനിക്കും നിനക്കും ലഭിക്കണം, നൽകണമെന്ന് പിതാവ് ദൈവം ആഗ്രഹിച്ചു. പക്ഷെ അതിന് തക്കവണ്ണമുള്ള യോഗ്യത നമ്മൾ പ്രാപിച്ചെടുത്തില്ല. ഇവിടെ അഭിഷേകം അയക്കപ്പെട്ടിട്ട് 37 വർഷങ്ങളായി. ഈ 37 വർഷങ്ങൾക്കിടയിൽ ദൈവം ഒരു പ്രവൃത്തി കൂടി ചെയ്യുകയാണ്. ഈ അനുഗ്രഹങ്ങൾ നമുക്ക് വഴി തുറന്നു തരാൻ വേണ്ടി കർത്താവ് ദൈവം അയച്ചു നൽകിയ സമ്പത്താണ് ജ്ഞാനമെന്ന അഭിഷേകം. ഹല്ലേലൂയ. അപ്പോൾ ജ്ഞാനമെന്ന അഭിഷേകത്തെ പ്രാപിക്കാൻ വേണ്ടി അനേകം വർഷങ്ങൾ നമ്മൾ വില കൊടുക്കേണ്ടി വന്നു. വലിയ ഞെരുക്കം നമുക്കുണ്ടായി. സ്വീഡിഷിന് അഭിഷേകം സ്വീകരിച്ചു, വീണ്ടും ജനിച്ചു, നമ്മളെ വചനത്തോട് നയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നുപോയി കഴിഞ്ഞപ്പോഴാണ് ഒരു വിശുദ്ധീകരണ തലത്തിലേക്ക് സമൂഹം കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് കർത്താവ് ദൈവം ഇതാ നമ്മളെ ജ്ഞാനമെന്ന സമ്പത്തിന് വേണ്ടി ചോദിക്കുവാനും അതിനെ സ്വീകരിക്കാനുമുള്ള അവസ്ഥയിലേക്ക് ഉയർത്തിയത്. അപ്പോൾ കർത്താവ് ദൈവം നമുക്ക് ജ്ഞാനത്തെ അയച്ചു തന്നു, ജ്ഞാനമെന്ന അഭിഷേകത്തെ അയച്ചു, സമ്പത്തിനെ അയച്ചു തന്നു. അപ്പോൾ ജ്ഞാനമെന്ന സമ്പത്ത്, ജ്ഞാനമെന്ന അഭിഷേകം ഇന്ന് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് അനുഗ്രഹത്തിലേക്കാണ്. ഹല്ലേലൂയ. ജ്ഞാനം സ്വീകരിച്ച് ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അപ്പം യാക്കോബിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, യാക്കോബ് എങ്ങനെ സമനായി എന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. സ്വന്തം അമ്മാവനും പിന്നെ അമ്മായിപ്പനുമായി മാറിയ ലാബാൻ 14 വർഷമാണ് ഇവനൊരു അടിമയെ പോലെ, ഒരു കൂലിക്കാരനെ പോലെ പരിഗണിച്ചത്. തൻ്റെ 2 മക്കളെ, പെൺമക്കളെ അവൻ വിവാഹം കഴിച്ചെങ്കിലും അവന് യാതൊരു സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല. യാക്കോബ് പറയുന്നുണ്ട്, പലപ്പോഴും കാട്ടുമൃഗങ്ങൾ ആടുകളെ കടിച്ച് ചീന്നുമ്പോൾ അതിനൊക്കെ നഷ്ടമീടാക്കിയിരുന്നു യാക്കോബിൻ്റെ മക്കളിൽ നിന്നും അമ്മായിപ്പനെ ലാബാൻ. അതിനൊക്കെ ഇവൻ കണക്ക് കൊടുക്കേണ്ടി വന്നു. രാവും പകലും ഇവൻ അധ്വാനിച്ചു. ഈ 14 വർഷം അധ്വാനിച്ചിട്ടും തനിക്കൊന്നും തരുന്നില്ല. അവൻ വലിയ വേദനയിലായിരിക്കുന്ന സമയത്താണ് ഒരു രാത്രി ഒരു സ്വപ്നം അവനുണ്ടാവുകയാണ്. കർത്താവ് ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ ദുരിതം കണ്ടിരിക്കുന്നു. അവൻ ആ സ്വപ്നത്തിൽ അവൻ കണ്ടെന്താണ്? ആടുകൾ ഇണ ചേരുന്ന സമയത്ത് ഇതാ പ്രസവിക്കുന്ന ആടുകളൊക്കെയും പൊട്ടും പുളിയുള്ള ആടുകൾ, അതിനുള്ള വഴികൾ കൂടി അവൻ കണ്ടെത്തുകയാണ്. ജ്ഞാനം സഹായിക്കുകയാണ്. ബദാമിൻ്റെ ഇലവൻ്റെ ഞെരിഞ്ഞിലിൻ്റെയും മരത്തിൻ്റെ ഇലകൾ തൊലി ഉരിഞ്ഞ് കമ്പ് എടുത്ത് അതിൻ്റെ തൊലി ഉരിഞ്ഞ് മാറ്റി അതിൽ പൊട്ടും പുളികൾ അടയാളമുണ്ടാക്കി
അവൻ ഈ ആടുകൾ ഇണചേരുന്ന പാത്തിയുടെ മുമ്പിൽ കൊണ്ട് സ്ഥാപിച്ചു വെച്ചു. അവിടെ വചനം പറഞ്ഞിട്ടുണ്ട്, ആടുകൾ ഇണചേരുമ്പോൾ, അത് കൊഴുത്ത ആടുകൾ ഇണചേരുമ്പോൾ അവന് കമ്പോട് വയ്ക്കും. അത് പ്രസവിക്കുന്നത് പൊട്ടുംപുളിയുള്ള ആടുകൾ. ഇത് വാസ്തവത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എത്രയോ വലിയൊരു വീര്യപ്രവൃത്തിയാണ് യാക്കോബ് ചെയ്തത്. അവിടെ അന്ന് ബൈബിളില്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ വളരെ വിരളമായൊരു കാലഘട്ടം. പക്ഷേ അവിടെ ജ്ഞാനം യാക്കോബിനെ സഹായിച്ചു. അവൻ ചിന്തിച്ചു ഇതെങ്ങനെ സാധിക്കും. താൻ കണ്ടു നിലവിലൂടെയുള്ള ആടുകളൊക്കെയും സാധാരണ ആടുകളാണ്, വെളുത്ത ആടുകളാണ്. ഈ പൊട്ടുംപുളിയുള്ള ആടുകൾ വളരെ കുറവാണ്. പക്ഷെ സ്വപ്നത്തിൽ എന്താ കണ്ടത്? താൻ മേയ്ക്കുന്ന ആടുകളെല്ലാം പൊട്ടുംപുളിയുള്ള ആയിരക്കണക്കിന് ആടുകൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ എന്ന് ഞാൻ അവനെ കൊണ്ട് ചിന്തിപ്പിച്ചു. അതായത് അവന് മനസ്സിലായി, ഇതാ ഇങ്ങനെയൊരു ഒരു വലിയ കൂട്ടം ആട് ഉണ്ടാകാൻ പോകുന്നു, പൊട്ടും പുളിയും വരെയുള്ള ആടുകൾ. അതെങ്ങനെ സംഭവിക്കും? അതവൻ ചിന്തിച്ചു, ആലോചിച്ചു. അവിടെ പരിശുദ്ധാത്മാവ് ഞാനോ അവനെ സഹായിക്കുകയാണ്. അങ്ങനെ അവൻ കണ്ടെത്തിയ മാർഗമാണ് മരത്തിൻ്റെ കമ്പുകൾ മുറിച്ചെടുത്ത് അതിൽ തൊലി ഉരിഞ്ഞു മാറ്റി, എന്നിട്ട് ആടുകൾ ഇണചേരുന്ന സ്ഥലത്തുകൊണ്ട് അത് നാട്ടി വെച്ചു. അവൻ വിശ്വാസം നോക്കണമേ. താൻ സ്വപ്നത്തിൽ കണ്ട് ആ കാര്യത്തെ സാധിച്ചെടുക്കാൻ വേണ്ടി എന്താണ് മാർഗമെന്ന് അവൻ വളരെ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ വരികയാണ്, അവൻ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ ഉണർത്തുകയാണ്, ഇപ്രകാരം ചെയ്യണം. അവന് കിട്ടുന്നൊരു തോന്നലാണത്, ഇപ്രകാരം ചെയ്യണം. അവൻ അപ്രകാരം ചെയ്തു. അവൻ കാണുന്നത് അതിൻ്റെ ഫലം അവൻ കാണുകയാണ്. പിന്നീട് ആടുകൾ പ്രസവിക്കാൻ സമയമായപ്പോഴാ പ്രസവിക്കുന്ന ആടുകുട്ടികളൊക്കെ പൊട്ടുംപുളിയുള്ള ആടുകൾ. അത് ഓരോ ദിവസവും പിന്നെ അവൻ്റെ ആ ട്രെൻഡ് മാറ്റി. പിന്നെ എന്താ കാണിച്ചത്? മെലിഞ്ഞ ആട് ഇണചേരുമ്പോൾ അവനെ കമ്പ് വയ്ക്കില്ല. നല്ല ആരോഗ്യമുള്ള കൊഴുത്ത ആടുകൾ ഇണചേരുമ്പോൾ മാത്രം കമ്പ് വയ്ക്കും. അത് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ കൊഴുത്ത ആട്ടുകുട്ടികൾ. അവൻ്റെ വിശ്വാസത്തിൻ്റെ ഓരോ തലങ്ങളിൽ യാക്കോബ് കടന്നു പോയി കഴിഞ്ഞപ്പോൾ യാക്കോബിൻ്റെ ആട്ടുകൂട്ടത്തിൽ വ്യവസ്ഥ പ്രകാരം ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. അമ്മായിപ്പനുമായിട്ട് അവനിങ്ങനെ അമ്മായിപ്പനോട് പറയുന്നുണ്ട്, ഇത്രയും വർഷം ഞാൻ 14 വർഷം അധ്വാനിച്ച് കൂലിപ്പണി നടത്തി, എനിക്കൊന്നും മിച്ചമില്ല, എനിക്ക് സ്വന്തം എനിക്ക് സമ്പാദിക്കണം. അപ്പോൾ എന്താ എനിക്ക് വേണ്ടതെന്ന് ചോദിച്ചു. ഇപ്പം പറഞ്ഞു, എനിക്ക് ആടുകളെ വേണം. എത്ര ആട് വേണം? അവൻ പറഞ്ഞു, എനിക്ക് വേണ്ടുന്നത് പൊട്ടും പുള്ളി വരെയുള്ള ആട് മാത്രം മതി. അത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലാഭാൻ നോക്കുമ്പോൾ അങ്ങനെയുള്ള ആടുകൾ വളരെ കുറച്ചേ ഉള്ളൂ. വലിയ സന്തോഷമായി ലാഭാൻ. ഇവനൊരു പോഷണമായി പോയല്ലോ, ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് ഇവൻ തന്നോട് ആവശ്യപ്പെട്ടത് കുറച്ച് ആടുകൾ മാത്രം. ബാക്കിയുള്ള ആയിരക്കണക്കിന് ആടുകളും വെള്ള ആടുകളാണ്. പക്ഷേ ഈ പൊട്ടുംപുള്ളി വരെയുള്ളത് അല്ല 10, 50, 100 ആടുണ്ടായിരിക്കും. തനിക്കത് മതിയെന്നാണ് ഇവൻ പറഞ്ഞത്. പക്ഷേ അവിടെ യാക്കോബ് കണ്ട ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരുന്നു. തനിക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന, താൻ പോറ്റുന്ന ആടുകൾക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങൾ അത് പൊട്ടും പുള്ളിയും വരെയുള്ളതാണെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ ആ ഒരു വ്യവസ്ഥ എടുത്തത്. അങ്ങനെ യാക്കോബിൻ്റെ ആട്ടിൻപറ്റം പെരുകി സമ്പന്നനായിട്ട് അവൻ മാറി. ഒത്തിരിയേറെ ആടുമാളുകളുണ്ടായി, ഒട്ടകങ്ങളുണ്ടായി, ദാസന്മാരുണ്ടായി. പിന്നെ അവൻ ആ നാട് വിട്ടു പോകുന്നത് വലിയ സമ്പന്നനായിട്ടാണ്. തൻ്റെ 12 മക്കൾ 12 ഗോത്രങ്ങളായിട്ട് അവരെ ദൈവം ഉയർത്തി. ഇസ്രായേൽ എന്ന ഒരു വലിയ ഒരു ദേശം അത് ലോകത്തിലുണ്ടായി. ഇപ്പോൾ നോക്കവരുടെ വ്യക്തികളിലൂടെ ദൈവം എങ്ങനെ അനുഗ്രഹിച്ചു. തന്നോട് വിശ്വസ്തനായിരുന്ന ആ 3 പേരെ നമ്മുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവർക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, യാക്കോബിൻ്റെ ഓഹരി എന്നാ വചനം പറയുന്നത്, അതിൽ നമുക്ക് അവകാശം തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് അനുഗ്രഹത്തിൻ്റെ സമ്പത്ത് വെച്ചിരിക്കുക. യെശയ്യാ 55:1 നമ്മൾ വായിക്കുന്നുണ്ട്. വചനം പറയുകയാണ്, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനം വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. ഇവിടെ ഒരു ജലാശയമാണ്, അനുഗ്രഹത്തിൻ്റെ ജലാശയം. അബ്രാഹവും ഇസ്ഹാക്കും യാക്കോബും ഒക്കെ അനുഗ്രഹത്തിൻ്റെ ജലാശയമാണ്. ഹല്ലേലൂയ. വിശ്വാസത്താൽ നാം അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തിന് മുമ്പിൽ ചോദിച്ചു കഴിയുമ്പോൾ അത് തരുവാൻ ദൈവം കടപ്പെട്ടവനാണ് തൻ്റെ പ്രിയപ്പെട്ട ജനത്തിന്. കാരണം അവർക്ക് വേണ്ടിയാണ് കർത്താവ് അത് നിശ്ചയിച്ച് ഉറപ്പിച്ച് വെച്ചത്. ഇന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം
പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് ദൈവം തൻ്റെ അഭിഷേകത്തിലൂടെ, സ്പിരിറ്റ് അഭിഷേകത്തിലൂടെ, അവിടുന്ന് നമുക്ക് നേടിത്തന്ന ജ്ഞാനമെന്ന അഭിഷേകത്തിലൂടെ കർത്താവ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വലിയൊരു കവാടം തുറന്നു വെച്ചിരിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ ഒരു കവാടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ അനുഗ്രഹത്തിൻ്റെ കവാടം അവിടെ എങ്ങനെ നമുക്ക് കടക്കാൻ സാധിക്കും? എന്തെങ്കിലും വഴിയുണ്ടോ ഇത് പ്രാപിച്ചെടുക്കാനായിട്ട്? ഇത്രമാത്രം വാഗ്ദാനങ്ങൾ നിലനിൽപ്പുണ്ട്. അപ്പോൾ അബ്രഹാത്തിനും യാക്കോബിനും ഇസ്ഹാക്കിന് ശേഷം നമ്മൾ കാണുന്നത് മോശയാണ്. കർത്താവ് ദൈവം മോശയെ വിളിച്ച് മോശ വഴി പഠിപ്പിക്കുകയാണ്. മോശ വഴി നമ്മൾ വായിക്കുന്ന പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ഇവിടെയൊക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ് അനുഗ്രഹത്തിൻ്റെ വഴി എന്താണ് എന്ന്. എന്തായിരിക്കും ആ വഴി? കർത്താവ് ദൈവം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ, ഈജിപ്തിൽ നിന്നും വിടുവിച്ച് മരുഭൂമിയിലൂടെ നയിച്ചപ്പോൾ അവർ ആദ്യം കർത്താവ് തൻ്റെ ശക്തി മഹത്വം എല്ലാം പ്രകടമാക്കി. ഇതാ ചെങ്കടലിനെ കീറി മുറിച്ചു. ആ ജനം കണ്ടു തങ്ങളെ വിഴുങ്ങാനും വന്ന ഫറവോയെ സൈന്യത്തെയും ദൈവം ആ കടലിൽ മുക്കി ഇസ്രായേൽക്കാരെ മുഴുവൻ രക്ഷപ്പെടുത്തി. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ മഹത്വം, ദൈവത്തിൻ്റെ ശക്തമായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആ ജനത്തിന് വലിയ വിശ്വാസമായിട്ട് മാറി. പക്ഷേ ആ വലിയ പ്രവൃത്തി കണ്ട ആ ജനം അവിടെ നിന്നും യാത്ര ചെയ്ത് അവരെത്തിച്ചേർന്നൊരു സ്ഥലമുണ്ട്. ഞാൻ വചനം വായിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 15:22 മുതൽ വചനം. മോശ ഇസ്രായേൽക്കാരെ ചെങ്കടലിൽ നിന്നും മുൻപോട്ട് നയിച്ചു. അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു. മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല. അവർ മാറായ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അവിടുത്തെ വെള്ളം അവർ കുടിക്കുവാൻ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറായി എന്ന പേര് നൽകപ്പെട്ടു. ജനം മോശയ്ക്കെതിരെ വെറുതെറുത്തു. ഞങ്ങൾ എന്തു കുടിക്കും? അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവന് ഒരു തടികഷ്ണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. അവിടെ വെച്ച് അവിടുന്ന് അവർക്ക് ഒരു നിയമം നൽകി. അവിടുന്ന് അവരെ പരീക്ഷിച്ചു. അവിടുന്ന് അരുളി ചെയ്തു. അപ്പോൾ ചെങ്കടലിൽ നിന്നും രക്ഷപ്പെട്ട്, ചെങ്കടലിലെ വലിയ ഭയാനക ഒരു അവസ്ഥയിൽ നിന്നാണ് ഇസ്രായേൽ ജനം രക്ഷപ്പെട്ട് പുറത്തു വരും. ദൈവം രക്ഷിച്ചവരെ പുറത്ത് കൊണ്ടുവന്നത്. അവരക്കരെ വന്നു കഴിയുമ്പോൾ അവർ അലിഞ്ഞ് നടക്കുകയാണ്. മരുഭൂമിയിൽ നടക്കുന്നു. 3 ദിവസം നടന്നിട്ടും കുടിക്കാൻ വെള്ളമില്ല. അവരെല്ലാം മോശയ്ക്കെതിരെ വെറുതെറുത്തു. അവർ വന്നു ചേർന്ന സ്ഥലത്തിന് അവിടെ ഒരു വെള്ളം കണ്ടു. പക്ഷേ കയ്പുള്ള വെള്ളമായിരുന്നു, കുടിക്കാൻ പറ്റുമായിരുന്നില്ല. പെട്ടെന്ന് ജനം മോശയ്ക്കെതിരെ തിരിയുകയാണ്. അവർ മോശയ്ക്കെതിരെ വെറുതെറുക്കാൻ തുടങ്ങി. മോശ കർത്താവിനെ വിളിച്ച് നിലവിളിക്കുകയാണ്. അടുത്ത വചനം പറയുകയാണ്, കർത്താവ് ഒരു തടികഷ്ണം കാണിച്ചു കൊടുത്തു. ആ വെള്ളത്തിലിടാൻ പറഞ്ഞിട്ടില്ല. അവൻ ശ്രദ്ധിക്കണം. ജനം മോശയ്ക്കെതിരെ വെറുതെറുത്തു. ഞങ്ങൾ എന്തു കുടിക്കും? അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവന് ഒരു തടികഷ്ണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. മോശ ഒരു തടികഷ്ണം കണ്ടെന്ന് പറയുന്നു. പക്ഷേ മോശ വെള്ളത്തിലിട്ട്. ഇവിടെ മോശയോടത് വെള്ളത്തിലിടാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ തടികഷ്ണം മോശ വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം എന്ത് സംഭവിച്ചു? വെള്ളം മധുരിച്ചു. കയ്പുള്ള വെള്ളത്തിൻ്റെ കയ്പ് മാറി വെള്ളം മധുരിച്ചു. എന്തുകൊണ്ടായിരിക്കാം മോശ തടികഷ്ണം വെള്ളത്തിലിട്ടത്? എന്തായിരിക്കും കാരണം? അതുതന്നെ, മോശയിലുള്ള ജ്ഞാനം അവിടെ വെളിപ്പെടുകയാണ്, പ്രവർത്തിക്കുകയാണ്. അവന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ ചെയ്യുക. ഒരു മരക്കഷ്ണം പെട്ടെന്ന് വെള്ളത്തിൻ്റെ ടേസ്റ്റ് മാറുകയാണ്. ഈ മരക്കഷ്ണം എന്ന് പറയുന്നത് യേശുവിൻ്റെ മരക്കുരിശിൻ്റെ പ്രതീകം കൂടിയാണ്. കയ്പുള്ള നമ്മുടെ ജീവിതത്തിൽ, അനുഗ്രഹമില്ലാത്ത നമ്മുടെ ഞെരുക്കപ്പെടുന്ന ജീവിതത്തിൽ കർത്താവിൻ്റെ കുരിശ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനെ ആശ്രയിക്കുമ്പോൾ, മുറുകെ പിടിക്കുമ്പോൾ ഇവരുടെ കയ്പ് മധുരമായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ. ശാപങ്ങൾ അനുഗ്രഹമായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ദിനം പറയുകയാണ്, അവിടുന്ന് അവരെ പരീക്ഷിച്ചു. ഇതിന് കർത്താവ് അരുളി ചെയ്തു. ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ അനേകം പ്രാവശ്യം കേട്ട വചനമാണിത്. പക്ഷേ ആദ്യത്തെ ഒന്നാം പാഠം ഇപ്പോൾ പഠിപ്പിക്കുകയാണ്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ
സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരി ഒന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഇതാണ് ആദ്യത്തെ നിയമം വരുന്നത്. 10 കൽപ്പന കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ശ്രദ്ധിക്കണം, കർത്താവ് അവരെ ശക്തമായിട്ട് തൻ്റെ അത്ഭുതങ്ങൾ കൊണ്ട് അവരെ വഴി നടത്തി. തന്നുള്ള വിശ്വാസത്തെ അവിടുന്ന് ഉണർത്തി. ജനം നേരിട്ട് കാണുകയാണ് ദൈവത്തിൻ്റെ വീര്യ പ്രവൃത്തികൾ. അപ്പോൾ തങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ശക്തനാണ് എന്ന്, തങ്ങളെ നയിക്കുന്ന ദൈവം ശക്തനാണ് എന്ന് ദൈവം ആദ്യം ഉറപ്പുവരുത്തി. അവർ കണ്ടതെന്താ? അത്രയും വർഷം അവർ കണ്ടിരുന്നത് എന്താണ്? ഫറവോയാണ്. ഫറവോയാണ് ദൈവം ഈജിപ്തുകാർക്ക്. അതിനപ്പുറത്ത് വേറെ ആരുമില്ല. അപ്പോൾ ഇവർക്കും ഈ ഇസ്രായേൽക്കാർക്കും അറിയാവുന്ന ഒരാൾ ഫറവോയാണ്. അവൻ ശക്തനാണ്. പക്ഷേ ആ ഫറവോയേക്കാളും ശക്തനായ ഒരു ദൈവത്തെ ദൈവം കാണിച്ചു കൊടുത്തു ഇസ്രായേൽ ജനത്തിന്. ഹല്ലേലൂയ. മോശയോട് നീ പണ്ട് വടി കൊണ്ട് ഫറവോൻ്റെ മുമ്പിലിട്, അത് പാമ്പായിട്ട് മാറുമെന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ നിൻ്റെ കൈ നെഞ്ചിൽ വെക്കുമ്പോൾ കയ്യിൽ കുഷ്ഠം വരും, വീണ്ടും വെച്ച് കഴിയുമ്പോൾ കുഷ്ഠം മാറും. അങ്ങനെയുള്ള വീര്യപ്രവൃത്തികൾ മോശയും ദൈവം കാണിച്ചു കൊടുത്തു. അത് മോശയും ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ മരുഭൂമിയിലുള്ള യാത്രയിൽ ദൈവം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കാൻ വേണ്ടി അയച്ച മഹാമാരികൾ ഇതെല്ലാം ഇസ്രായേൽ ജനം കണ്ടപ്പോൾ അവർ തിരിച്ചറിഞ്ഞു, ഞങ്ങളുടെ ദൈവം, തങ്ങൾ കേട്ട ദൈവം, പിതാക്കന്മാരുടെ അബ്രാഹത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം ശക്തനാണ് എന്നൊരു അറിവ് ഈ ജനത്തിന് ദൈവം കൊടുത്തു. ഹല്ലേലൂയ. കാരണം 430 വർഷമായി ഈ ജനം കിടക്കുന്നത് ഫറവോൻ അടിമത്തിലാണ്. ഇവരെ അനുകരിച്ച അവരുടെ രീതികളാണ്. മന്ത്രവാദികളും ക്ഷുദ്രകർമ്മക്കാരും ആവോളമുള്ള ഈജിപ്തിലെ പൈശാചിക പ്രവൃത്തികളാണ് ജനം കണ്ടുകൊണ്ടിരുന്നത്. ഇവരും അവിടുത്തെ ആരാധനയിൽ പങ്കുകാരായിരുന്നു. ഒരു വശത്തെ യഹോവയെക്കുറിച്ച് കേട്ടറിവുണ്ട്. പക്ഷേ ഈ ജനം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ തകർന്നിട്ടുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവർക്ക് വലിയ വീര്യപ്രവൃത്തികളിലൂടെ ആ ജനത്തിൻ്റെ വിശ്വാസം നേടിയെടുക്കാൻ ശ്രമിച്ചത്. പക്ഷെ എന്നിട്ട് പോലും നിസ്സാര കാര്യം വരുമ്പോൾ, ഒരു ചെറിയ പരാജയം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ വളരെ വേഗം അവർ മോശയ്ക്കെതിരെ പിറുപിറുക്കും, അവർ ദൈവത്തിനെതിരെ പിറുപിറുക്കും. ഇവിടെ സംഭവിച്ചതാണ്. മാറായി നമ്മൾ സംഭവിച്ചത് തന്നെയാണ്. കുടിക്കാൻ വെള്ളം കിട്ടിയില്ല. എന്നാൽ ആ ചെങ്കടലിൽ തങ്ങളെ വിഴുങ്ങാൻ വന്ന ഫറവോയുടെ സൈന്യത്തിൽ നിന്നും ചെങ്കടലിനെ കീറി മുറിച്ച് തങ്ങളെ ആ നടുവിലൂടെ നയിച്ചു. അടിയിൽ ചെളിക്കുണ്ടാകേണ്ടിരുന്ന ആ മണ്ണിനെ പാറകൾ ഉറപ്പിച്ചു ദൈവം. അങ്ങനെയാണ് ലക്ഷക്കണക്കാണ് ഇസ്രായേൽ ജനം ആ ചെങ്കടലിലൂടെ കടന്നുപോയത്. ഇതെല്ലാം അവർ കണ്ടവരാ. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കുണ്ട് കുടിക്കാൻ വെള്ളം കിട്ടിയില്ല. കിട്ടിയ വെള്ളം കയ്പുള്ളതാണ്. ഒറ്റ കാരണം കൊണ്ട് ഉടനെ അവർ തിരിഞ്ഞു മോശയ്ക്കെതിരായിട്ട്. അവർ പിറുപിറുക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ദൈവം അവർക്ക് ഒന്നാമത്തെ പാഠം കൊടുക്കുകയാണ്, അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധയോടെ ശ്രവിക്കണം. അവിടെ മോശ ദൈവത്തിൻ്റെ സ്വരം ശ്രദ്ധയോടെ ശ്രവിച്ചു. അതുകൊണ്ടാണ് മോശയ്ക്ക് ആ തടികഷ്ണം എടുത്ത വെള്ളത്തിൽ ഇടാൻ സാധിച്ചത്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ സ്വരം അത് നമ്മൾ മൈക്കിലൂടെയല്ല കേൾക്കുക. നമ്മുടെ ആത്മാവിൽ കേൾക്കപ്പെടുന്ന സ്വരമുണ്ട്. ഇന്നത് ചെയ്യ്, ഇന്ന് ചെയ്യരുത്, അങ്ങനെയുള്ള ആത്മാവിൽ വരുന്ന, അന്തരംഗത്തിൽ വരുന്ന അങ്ങനെയുള്ള ദൈവിക പ്രചോദനങ്ങൾ നമ്മൾ കേട്ടാൽ മാത്രമേ നമുക്ക് ആത്മാവുമായി ഐക്യമുണ്ടാവുകയുള്ളൂ. നമ്മൾ വചനം അനുസരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന വചനം മാത്രമല്ല, ഇതിൻ്റെ നിയമങ്ങൾ പോലെ നമ്മുടെ ആത്മാവിൽ നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിച്ച് അതിലൂടെ നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിയുമ്പോൾ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാവുകയാണ് നമ്മുടെ ജീവിതത്തിൽ. ഇവിടെ മോശ അതുകൊണ്ട് പറഞ്ഞത്, മോശ ദൈവത്തിൻ്റെ സ്വരം കേട്ടില്ല. അവിടെ ദൈവം മോശയോട് പറഞ്ഞില്ല, നീ തടികഷ്ണം ഇടാൻ പറഞ്ഞില്ല. പക്ഷേ അവൻ്റെ അന്തരംഗത്തിൽ ആത്മാവിൽ അവൻ അറിഞ്ഞു, അവൻ ആ സ്വരം കേട്ടു. ആ തടികഷ്ണം എടുത്ത് വെള്ളത്തിൽ ഇടുക, അത് മോശ വിശ്വസിച്ചു. ആ ഒരു പ്രചോദനം അത് മോശ വിശ്വസിച്ചു, വെള്ളത്തിലിട്ടു. കയ്പ് മാറി, മധുരമുള്ളതായിട്ട് മാറി. കർത്താവ് പറയാണ്, ഇതിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കണം. സ്റ്റുഡൻസിൻ്റെ മക്കൾക്കിത് ഹൃദയത്തിൽ എഴുതി വെക്കണം. നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കണം. എന്നിട്ട് പറഞ്ഞ്, നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കണം. അടുത്ത് പറഞ്ഞിരിക്കുകയാണ്, അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കണം. 2 നിയമങ്ങളാണ് പഠിപ്പിച്ചത്. ഒന്നാം തന്നെ ദൈവത്തിൻ്റെ സ്വരം
You listen the voice of the Lord very carefully and do what is right in His sight. അവിടുത്തെ മുമ്പിൽ അവിടുത്തേക്ക് പ്രസാദകരമായത്, അവിടുത്തെ നിന്റെ ദൈവമായ കർത്താവിനെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രമിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരി ഒന്നും നിൻ്റെ മേൽ വരുത്തുകയില്ല. ഹല്ലേലൂയ. അത് വലിയൊരു ഉറപ്പാണ്, വലിയൊരു ഉറപ്പാണ്. കാരണം ഈ ഇസ്രായേൽക്കാർ കണ്ടതെന്താണ്? ഈജിപ്തുകാർ പീഡിപ്പിക്കപ്പെടുകയാണ്. ഒരു രാജ്യം നശിക്കുന്നവർ കണ്ടു. വെട്ടുക്കിളികൾ, കന്മഴ, എന്തെല്ലാമാണ് സംഭവിച്ചത് ഇവിടെ. വെള്ളമെല്ലാം രക്തമായിട്ട് മാറി, ആദിജാതന്മാർ വധിക്കപ്പെടുന്നു, ആടുമാടും എല്ലാം നശിക്കുന്നു. ഒരു രാജ്യം നശിപ്പിക്കപ്പെടുകയാണ്. ഒരു അഭിഷേകം, മോശയിലെ അഭിഷേകം, മോശയിലെ അഭിഷേകമാണ് ഇതെല്ലാം ഇവിടെ ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കണമേ, ഒരു മനുഷ്യൻ വിശ്വസ്തനായി നിന്നപ്പോൾ അവനിലൂടെ ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും അവിടെ വെളിവാക്കപ്പെട്ട് അവസാനം ഈജിപ്തുകാരെല്ലാം മുട്ടുമടക്കി അവർ പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമാണ് ശക്തനായ ദൈവം. ആ ഈജിപ്തുകാർക്ക് അത് ഏറ്റുപറയേണ്ടി വന്നു, ഫറവോയ്ക്ക് പോലും. കാരണം അവൻ്റെ ആദിജാതൻ പോലും വധിക്കപ്പെട്ടവിടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്വരം എപ്പോഴും 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 ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം. നീ എങ്ങനായിരിക്കുന്ന നിമിഷങ്ങളിൽ നിൻ്റെ അന്തരാത്മാവിൽ ഉയർന്നു വരുന്ന ദൈവസ്വരമുണ്ട്. നീ ശ്രദ്ധിക്കാറുണ്ടോ ആ സ്വരം? അത് വളരെ സോഫ്റ്റായിട്ട്, അത് മൈക്ക് വെച്ച ശബ്ദമൊന്നുമല്ല, വളരെ സോഫ്റ്റായി, വളരെ സോഫ്റ്റായിട്ട്, ഒരു എന്താ പറയുക, ഇളം കാറ്റുപോലെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ചെറിയൊരു അനക്കം. പക്ഷെ അത് ഉറപ്പുള്ളതായിരിക്കും. അത് നിന്നോട് പറയും, ഇന്നത് ഇന്നത് ചെയ്യരുത്. അത് കേൾക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം. ഇത് കർത്താവിൻ്റെ സ്വരമാണ്. കർത്താവിൻ്റെ വചനമുണ്ടല്ലോ, കർത്താവ് ഒരു പ്രാവശ്യം അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടു. ഹല്ലേലൂയ. കർത്താവ് ഒരു പ്രാവശ്യം അരുളി ചെയ്തു, ഞാനത് 2 പ്രാവശ്യം കേട്ടതിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇങ്ങനെയുള്ള ഹൃദയത്തിൽ വരുന്ന ദൈവസ്വരത്തെ നമ്മൾ ശ്രവിച്ചാൽ അതാണ് നമുക്ക് നമ്മുടെ ചവിട്ടുപടിയായിട്ട് മാറുക, ഉറപ്പായിട്ട് മാറുക. വചനം അനുസരിക്കാൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളെല്ലാം നമ്മൾ അനുസരിക്കണം. ഒപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്ന ദൈവത്തിൻ്റെ ആത്മാവിലൂടെ വരുന്ന ഇങ്ങനെയുള്ള പ്രചോദനങ്ങൾ, ആ ഒരു പ്രചോദനമാണ് യാക്കോബിനെ സമ്പന്നനാക്കി മാറ്റിയത്. ഹല്ലേലൂയ. ആടുകളെ അത്രമാത്രം പൊട്ടുംപുള്ളിൽ ആടുകളാകെ ജനിപ്പിക്കുവാൻ കാരണമായിട്ട് മാറിയത് അവൻ കേട്ട സ്വരമാണ്. അവൻ്റെ അന്തരംഗത്തിൽ വന്ന സ്വരം, ആ പ്രചോദനം അത് അവൻ സ്വീകരിച്ചു. നമ്മൾ തന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കും ദൈവമേ, നന്ദി, ആരാധന, സ്തോത്രം അങ്ങേക്കും മഹത്വം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ശിവേ, ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, സ്തോത്രം, നന്ദി അങ്ങേക്കും മഹത്വം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. നമ്മളൊരു വഴിയോടെ പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടുള്ള വഴിയാണ്? എങ്ങോട്ടുള്ള വഴിയാണ്? അനുഗ്രഹത്തിലേക്കുള്ള വഴിയിലേക്ക് അതിനെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴി. എൻ്റെ ആത്മാവിൽ ഞാൻ തിരിച്ചറിയാണ്, അടുത്ത വർഷം നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകമായിട്ട് നിങ്ങളുടെ എല്ലാ സാമ്പത്തിക മേഖലയിൽ വലിയ അനുഗ്രഹപ്പെടലുകൾ മാറും. കാരണം ദൈവം പ്രവർത്തിക്കാൻ സമയമായി കഴിഞ്ഞു. ദൈവം പ്രവർത്തിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ ഒരു അഭിഷേകം, അതൊരു അഭിഷേകമായിട്ട് സ്വീഡീഷിൻ്റെ മക്കളെ ദൈവം ഉയർത്തും. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ഇടവകയിൽ, നിൻ്റെ ദേശത്ത് മറ്റാരേക്കാൾ അധികമായി കർത്താവ് നിന്നെ ഉയർത്തി നിർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ
ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കും ദൈവമേ, നന്ദി, സ്തോത്രം, അങ്ങേക്കും മഹത്വം, ആരാധന. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഈ 36 വർഷം പ്രസംഗിച്ചിട്ട് ഇന്ന് വരെ ഞാനിങ്ങനെ വാക്ക് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത്ര ഉറപ്പോടെ ഞാൻ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്ന് ആദ്യമായിട്ട് പറയുക. അപ്പോൾ എനിക്കറിയാം കർത്താവ് ഇത് ചെയ്യുവാൻ നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞു പോയ നാളുകളിൽ നമ്മൾ എന്തുമാത്രം വേദന സഹിച്ചു, എന്തുമാത്രം നമ്മൾ അപമാനിക്കപ്പെട്ടു, ചോദ്യം ചെയ്യപ്പെട്ടു, അവഹേളിക്കപ്പെട്ടു. ഇതിനൊക്കെ വലിയൊരു പ്രതിഫലം, ഞാൻ പറയുന്ന അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലെ സമ്പത്തിൻ്റെ മേഖല അനുഗ്രഹമാണ്. സാമ്പത്തികമായിട്ട് നമുക്ക് അഭിഷേകവും ആത്മാവെല്ലാം നമുക്ക് തരുന്നു. പക്ഷെ നമ്മുടെ ഭൗതിക തലത്തിൽ നിങ്ങളുടെ മക്കളൊക്കെ പഠിച്ച് നല്ല ഉന്നതി പ്രാപിക്കണം, ഉന്നതി പ്രാപിക്കണം. മറ്റാരെക്കാളും അധികമായിട്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് പലരുടെയും വരുന്ന, ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല സാറിന്, പലരും ഓരോ എക്സാം എഴുതും, അതേ എനിക്ക് നല്ല മാർക്ക് കിട്ടി, നല്ല സ്കോർ കിട്ടി. ഇങ്ങനെയുള്ള ഓരോരുത്തരുടെ സാക്ഷ്യങ്ങളാണ് വരുന്നത്, അത്ഭുതകരമായ രീതിയിൽ. ഞാൻ ദൈവം കർത്താവ് എത്ര അതിശയകരമായ രീതിയിലാണ് ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നത്. അതിനകത്ത് വലിയൊരു ഭാഗമാണ് സമർപ്പണം, വിശ്വസ്തത. കൂട്ടായ്മയിൽ നിൽക്കുന്ന കുട്ടികൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് വളർന്നു വന്ന് അഭിഷേകത്തോടുള്ള ബന്ധത്തിൽ, വിശ്വസ്തയിൽ അവർ ജീവിക്കുന്നു. ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. ആലക്കോടൊരു കുടുംബത്തിൽ ഒരമ്മ ഒരു തന്നെ വിളിച്ചു, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. വിളിച്ചു പറഞ്ഞ്, എൻ്റെ ബ്രദറെ, എൻ്റെ മകള് 10ാം ക്ലാസ് പഠിക്കുകയാണ്, അവൾക്ക് കണക്ക് ഭയങ്കര പ്രയാസമാണ്, ഇന്ന് കണക്ക് പരീക്ഷയാണ്, മകൾക്ക് ഭയങ്കര കരച്ചിലാണ്, സ്കൂളിൽ പോവില്ല, പരീക്ഷ എഴുതാൻ പറ്റില്ല, അവൾക്ക് ഭയങ്കര ഭയമാണ്, എഴുതിയ ജയിക്കില്ല, അതുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല, ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് കരച്ചിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫോൺ അവളെ കൊടുക്കാൻ പറഞ്ഞു. ഫോൺ ആ കുഞ്ഞിനെ കൊടുത്തു. എനിക്ക് കേൾക്കാം, അവൾ ഭയങ്കര കരയാണ്. ഞാൻ പറഞ്ഞു, ഈ കരച്ചിൽ നിർത്ത്, എന്തിനാണ് നീ കരയുന്നത്? പറഞ്ഞു, എനിക്ക് ഭയമാണ്, എനിക്ക് എഴുതാൻ ഒന്നും പഠിച്ചിട്ടില്ല, പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല, ഞാൻ തോറ്റു പോകത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ആദ്യം നിൻ്റെ നാവ് നീ അടക്ക്, നീ ആ പറയുന്ന വാക്ക് നീ അവസാനിപ്പിക്കുക. നീ തോറ്റുപോകത്തുള്ള ആരാ തീരുമാനം എടുത്തത്? നീയാണ് തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങനെ വിചാരിക്കുക, സ്പിരിറ്റിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ അഭിഷേകമാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ സഹായത്താൽ ഞാൻ ഈ പരീക്ഷ എഴുതും, ഞാൻ ഈ പരീക്ഷ പാസ്സാകും. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചു. കുറച്ച് കഴിയുമ്പോൾ കരച്ചിലൊക്കെ നിന്നു, ആൾ ഫ്രീ ആയി, ശാന്തമായി. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇന്ന് സ്കൂളിൽ പോയി പരീക്ഷ എഴുതാനും നല്ല മാർക്ക് കിട്ടാനും. നമ്മൾ ആ പരീക്ഷ എഴുതി, റിസൾട്ട് വന്നപ്പോൾ അത് കിട്ടിയത് 97% മാർക്കാണ്. എന്നാ കൂടി മായങ്കളൂരിൽ നഴ്സിംഗ് പഠിക്കുകയാണ്, 4 വർഷം മറ്റുമായി. ഏത് പരീക്ഷ വരുമ്പോഴും എൻ്റെ ഫോണിൽ മെസ്സേജ് ഉണ്ടാകും, എൻ്റെ നാളെ ഇത്ര ഇതിൻ്റെ പരീക്ഷയാണ് ബ്രദർ, ഒന്ന് ഓർത്തോണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം. ആ ആശ്രയത്വം നോക്കണമേ, ദൈവത്തിലുള്ള ആശ്രയത്വം, അഭിഷേകത്തിലുള്ള ആശ്രയത്വം. അത് എത്ര പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും കർത്താവ് സഹായിച്ചിരിക്കും, ഉറപ്പാണ്. കാരണം അഭിഷേകം തന്നെ സഹായിക്കുമെന്നുള്ള വിശ്വാസം, അതിന് വലിയ വിലയുണ്ട് ഇതിന് മുമ്പിൽ. അത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഓരോ മനുഷ്യൻ്റെയും കാര്യത്തിൽ. നിങ്ങൾ ഞാൻ പറയുന്നത്, അഭിഷേകത്തിൽ എന്തുമാത്രം വിശ്വാസമുണ്ട്. കാരണം അഭിഷേകം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിൽ അനേകം നൂറ്റാൾക്ക് മുമ്പ് അബ്രാഹത്തെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദൈവം അനുഗ്രഹമായിട്ട് സ്ഥാപിച്ച് വെച്ചെങ്കിൽ, ഈ തലമുറയിൽ കർത്താവ് അനുഗ്രഹമായി സ്ഥാപിച്ച് വെച്ചിരിക്കുന്നത് സ്പിരിറ്റിന്റെ അഭിഷേകത്തെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആര് അഭിഷേകത്തെ സ്നേഹിക്കുന്നുവോ, ആര് വിശ്വസ്തരായിട്ട് ജീവിക്കുന്നുവോ, ആര് വിശ്വസിക്കുന്നുവോ, അവർക്കെല്ലാം അനുഗ്രഹം സ്വന്തമാക്കാൻ സാധിക്കും. ഹല്ലേലൂയ. കാരണം യേശുക്രിസ്തുവിൽ വസിച്ച പരിശുദ്ധാത്മ ശക്തിയാണ് സ്പിരിറ്റ് അഭിഷേകം എന്ന് പറയുന്നത്.
ദൈവമായ യേശുവിനെ നയിച്ച 3 വർഷക്കാലം നയിച്ച അഭിഷേകത്തിൽ എല്ലാ പൂർണ്ണതകളും ദൈവം നിറച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ സമ്പത്തും, എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ അധികാരങ്ങളും സ്പിരിച്വലുണ്ട്, അഭിഷേകത്തിലുണ്ട്. അത് വിശ്വസിക്കുകയും അതിലായി തീരുകയും ചെയ്യാൻ സാധിക്കുന്നവന്, അതിലൊന്നായി തീരാൻ സാധിക്കുന്നവൻ അത് സ്വന്തമാക്കും, എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുക്കും. നമുക്ക് ആ ഒരു വിശ്വാസവും ഒരു ഉറപ്പും ബോധ്യവും ഉണ്ടാകണം. ഇതൊന്നും അസാധ്യമല്ല. ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ്, ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞുപോയ സൃഷ്ടി മുതൽ ഇങ്ങോട്ടുള്ള കടന്നുപോയ കാലഘട്ടങ്ങളിൽ, ഈ അവസാന നാളുകളിൽ കർത്താവ് ദൈവം ലോകരക്ഷയ്ക്ക് വേണ്ടി, സകല മനുഷ്യൻ നന്മയ്ക്കും രക്ഷയ്ക്ക് വേണ്ടി, അവരെ ഉയർത്തുവാൻ വേണ്ടി ദൈവം ഭൂമിയിലേക്ക് അയച്ച സ്പിരിറ്റ് അഭിഷേകം, എല്ലാ ശക്തിയും, എല്ലാ അധികാരവും, എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞ അഭിഷേകമാണത്. അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠമായ അഭിഷേകത്തെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കണം, വിലമതിക്കണം, എത്രമാത്രം നമ്മൾ ഈ അഭിഷേകത്തിനു വേണ്ടി ജീവിക്കേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ. അത് നമുക്കും നമ്മുടെ മക്കൾക്കും വരും തലമുറയ്ക്കും ഒക്കെ ഒത്തിരി വലിയ അനുഗ്രഹമായിട്ട് മാറും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു വലിയ സ്രോതസ്സ്, ഈ ജലാശയം, ഈ അനുഗ്രഹത്തിൻ്റെ, ഈ അഭിഷേകത്തിൻ്റെ ജലാശയം, നമ്മളതിൽ ചേർന്ന് നിന്ന് അതിൽ കുടിച്ചാൽ, അവിടെ ചേർന്ന് നിന്നാൽ, വിശ്വസ്തനായിട്ട് നിന്നാൽ, കാലുറപ്പിച്ച് അഭിഷേകം നിൽക്കണം. ചാഞ്ചാടരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. അവിടെ ഇവിടെയൊക്കെ പലതും സംഭവിക്കും, പലതും കേൾക്കും, അങ്ങോട്ടൊന്നും പോകരുത്, നോക്കരുത്. ഞാനങ്ങനെ അതിനെ പറയും. കാരണം ഈശോ പറഞ്ഞു, യേശുദാ മിശിഹ അവിടെ, അങ്ങനെ നിങ്ങൾ കേൾക്കും. പക്ഷേ രക്ഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ട ഒന്നേ ഉള്ളൂ, അത് അഭിഷേകമാണ്. അത് ജീവിക്കുന്നവനെ, മരിച്ചവന് രക്ഷ അതിവിടെ മാത്രമേ ഉള്ളൂ. ജീവിക്കുന്നവനെ, മരിച്ചവന് രക്ഷ അത് ഈ അഭിഷേകത്തിൽ മാത്രമേ ഉള്ളൂ. അത് മറ്റൊരു ലോകത്തിൽ ഒരിടത്തും ദൈവം തുറന്നു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അഭിഷേകം ഏറ്റവും ശ്രേഷ്ഠമായ അഭിഷേകമാണ്. That is Spirit in Jesus. Spirit in Jesus. Spirit in Jesus. Hallelujah, hallelujah, hallelujah. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ, hallelujah, glory, hallelujah, glory. Hallelujah, glory, hallelujah, glory. Hallelujah, glory, hallelujah, glory. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. നമ്മളിപ്പോൾ 25 കടന്നു വന്നു. ആരും അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇതുപോലെ തന്നെ വരട്ടെ. നമ്മൾ അറിയാതിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ഒഴുകി വരട്ടെ. ഹല്ലേലൂയ. മോശ വഴി ദൈവം നൽകുന്ന വാഗ്ദാനങ്ങൾ നമ്മൾ വായിക്കുന്നത് നിയമപ്രവൃത്തി 28 ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിൻ്റെ ആരംഭത്തിൽ മോശ പറയുന്ന വചനം, നിയമപ്രവൃത്തി 28:1 വചനം, നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളേക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും. എന്നിട്ട് പറയാമോ? നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളേക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. പിന്നീട് ബാക്കി വരുന്ന മുഴുവൻ അനുഗ്രഹങ്ങളെക്കുറിച്ച് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ദൈവം തരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതേ അധ്യായത്തിൽ 15 വചനം, എന്നാൽ നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് ഞാൻ ഇന്ന് നിനക്ക് നൽകുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം അനുസരിക്കാതെ ഇരുന്നാൽ താഴെ പറയുന്ന ശാപമൊക്കെയും നിൻ്റെ മേൽ പതിക്കും. പിന്നെ നമ്മൾ വായിക്കുന്ന മുഴുവൻ ശാപങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നോക്കട്ടെ, നമുക്ക് നൽകപ്പെട്ട ദൈവത്തിൻ്റെ വചനം, കൽപ്പനകൾ,
അത് നമ്മൾ അനുസരിച്ചാൽ അത് മാത്രം മതി അനുഗ്രഹം പ്രാപിക്കാനായിട്ട്. അതാണ് വ്യവസ്ഥ. അതാണ് ഞാൻ നിനക്ക് നൽകുന്ന ഈ വചനങ്ങളും കൽപ്പനകളും നീ അനുസരിച്ചാൽ ഈ പറയുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് സ്വന്തമാക്കാം. നിങ്ങൾ പിന്നെ വായിച്ചുകൊള്ളൂ, അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ട് അവിടെ. 4-ാമത്തെ വചനം 28:4. നിൻ്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലി കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ അപ്പക്കൊട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്നെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവരൊരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിൻ്റെ കളപ്പുരകളിലും നിൻ്റെ പ്രയത്നങ്ങളിൽ കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശബ്ദം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന് നിൻ്റെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് നിനക്ക് ധാരാളം മക്കളെയും കന്നുകാലികളെയും തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിൻ്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് തന്നെ ജനതകളുടെ നേതാവാക്കും, നീ ആരുടെയും ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രമിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാനിത് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടംബലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുകരിക്കുകയോ സേവിക്കുകയോ അരുത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ലഭിക്കാവുന്ന ആത്മീയവും ശാരീരികവും ഭൗതികവും മാനസികമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഈ വാഗ്ദാനത്തിലുണ്ട്, ഈ വചനങ്ങളിലുണ്ട്. അപ്പോൾ ഒരേ ഒരു കാര്യമാണ് ആവശ്യപ്പെട്ടത്, അനുസരിക്കുക. ഞാൻ ആവശ്യപ്പെടുന്ന ഈ വചനങ്ങൾ അനുസരിക്കണം. ഞാൻ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നത് സ്നേഹം കൊണ്ടാണോ ഭയം കൊണ്ടാണോ? നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിച്ച് നോക്കണം. നീ ദൈവത്തെ സ്നേഹിക്കുന്നത് നിനക്ക് ദൈവത്തോടുള്ള അഗാധമായ സ്നേഹം കൊണ്ടാണോ അതോ ദൈവ ഭയം കൊണ്ടാണോ? രണ്ട് രീതിയിൽ സംഭവിക്കാം. ചിലർ പറഞ്ഞ് സ്നേഹം, ചിലർ പറഞ്ഞ് ഭയം. പക്ഷെ നമ്മൾ ഭയം കൊണ്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ ആ സ്നേഹത്തിന് അർത്ഥമില്ല, അത് യഥാർത്ഥമായ സ്നേഹമല്ല. ഒരു കുടുംബത്തിലൊരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭർത്താവ് കോപിഷ്ഠനാണ്, ഭർത്താവിന് പ്രതികരമായ രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ വഴക്ക് കിട്ടും, തല്ല് കിട്ടും, പേടിച്ച് സ്നേഹിക്കുന്നു, അത് സ്നേഹമല്ല. അല്ല, ഭർത്താവ് ഭാര്യയെ പേടിച്ച് അവളെ സ്നേഹിക്കുന്നു, അത് സ്നേഹമല്ല. സ്നേഹം നിഷ്കളങ്കമാണ്, അത് ഹൃദയത്തിൽ പുറപ്പെടുന്നതാണ്. രണ്ടുപേരുടെയും മക്കളും മാതാപിതാക്കന്മാരുള്ള ബന്ധം, ദൈവമായുള്ള നമ്മുടെ ബന്ധത്തിൽ ഒരിക്കലും നമ്മൾ ഭയത്തിൻ്റെ പേരല്ല ഇത് സ്നേഹിക്കേണ്ടത്. ഇസ്രായേൽക്കാർ കർത്താവ് ദൈവം മരുഭൂമിയിൽ ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സീനായി മലയിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ ആ ജനമെല്ലാം ഭയന്ന് വിറച്ചു നമ്മൾ അതിനകത്ത് വായിക്കുകയാണ്. പുറപ്പാട് 19 വായിക്കുന്നുണ്ട്. അവർ ഭയന്ന് വിറച്ചു. അവർ പറഞ്ഞു ദൈവത്തെ കാണണ്ട, കാരണം ഭയങ്കരമായ അവിടെ മല ഇളകി മറിഞ്ഞു, മല പ്രകമ്പനം കൊണ്ടെന്നാണ് പറയുന്നത്. അഗ്നിയിലാണ് ദൈവം ഇറങ്ങി വന്നത്. ജനമെല്ലാം ഭയന്ന് വിറച്ചു. അതവർ കണ്ട ദൈവം, ഭയപ്പെടുന്നൊരു ദൈവം. അവർ പറഞ്ഞു ദൈവത്തെ കാണണ്ട, നീ സംസാരിച്ചാൽ മതി. നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ബന്ധം അതൊരിക്കലും ഭയത്തിൽ നിന്നുള്ളതാകരുത്. നിങ്ങൾ വചനം അനുസരിക്കുന്നു, ശ്രദ്ധിച്ച് കേൾക്കണമേ, വചനം അനുസരിക്കുന്നു. ഈ വചനം അനുസരിക്കുന്നത് വചനം അനുസരിച്ചില്ല എങ്കിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ള ഭയം കൊണ്ടാണോ വചനത്തോടുള്ള സ്നേഹം കൊണ്ടാണോ? ആലോചിച്ച് നോക്കാം. ഇനി അടുത്ത ചോദ്യമാണ്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തോട് സ്നേഹമാണോ ഭയമാണോ ഉള്ളത്? ഉത്തരവുണ്ടോ? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തോട് സ്നേഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നീ ഈശോയെ സ്നേഹിക്കുന്നു പറയുന്നു,
നിനക്ക് ഈശോയുടെ സ്നേഹമുണ്ട്, നീ ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവത്തോടുള്ള ആ സ്നേഹം, യേശുവിനുള്ള ആ സ്നേഹം ദൈവത്തിൻ്റെ വചനത്തോടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഈശോയോടുള്ള സ്നേഹം ദൈവത്തിൻ്റെ വചനത്തോടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ച് നോക്കിക്കൂ. നമ്മൾ വചനം വായിക്കുന്നു, പക്ഷെ നമ്മൾ ആ സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നിട്ടില്ല. നമ്മൾ അനുസരിക്കാൻ വേണ്ടി അനുസരിക്കുന്നു, അല്ലേ? അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും. അത് പിശാചിന് അവസരമാണെന്ന് ഭയം നമുക്കുണ്ട്, അതുകൊണ്ട് അനുസരിക്കുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഭയം കൊണ്ട് അനുസരിച്ച് പോകുന്നു, പക്ഷെ അത് അനുസരണയല്ല ഞാൻ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 14:23 യേശു പറയുന്ന വചനമുണ്ടല്ലോ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ്റെ വചനം പാലിക്കും. അപ്പം സ്നേഹത്തിൽ നിന്നാണ് വചനം അനുസരിക്കേണ്ടത്. അങ്ങനെ സ്നേഹിച്ച് വചനം അനുസരിക്കുമ്പോഴാണ് പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനിൽ വാസം ഉറപ്പിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളത് അളവ് പോലെ നമുക്ക് ഉണ്ടായിരിക്കട്ടെ. എനിക്ക് ഈശോയോടുള്ള ആ സ്നേഹം എനിക്ക് ഈശോൻ്റെ വചനത്തോടുണ്ടോ? ഈശോയെ സ്നേഹിക്കുന്ന പോലെ ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ വചനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ഡിസംബർ 25 എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരു വലിയൊരു പ്രാർത്ഥന ഉണ്ടായി. ഞാൻ ഇന്നുവരെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: പരിശുദ്ധ അമ്മേ, അവിടുന്ന് ദൂതൻ കൽപ്പിച്ചത് പ്രകാരം വചനം സ്വീകരിച്ച് കുറ്റമറ്റവനായി പരിശുദ്ധനായി ദൈവത്തിൻ്റെ പുത്രനായി ഈശോയെ ലോകത്തിന് തന്നല്ലോ. എൻ്റെ അമ്മേ, ആ ഈശോയെ എനിക്ക് തരണമേ. അതെൻ്റെ ഹൃദയത്തിൻ്റെ വലിയ നിലവിളി പോലെ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ പറയുകയാണ്. എൻ്റെ ഹൃദയത്തിൽ ഈശോ വസിക്കാൻ എൻ്റെ അമ്മ എനിക്ക് ഈശോയെ തരണേ. എനിക്ക് ആ ഈശോയെ എനിക്ക് വേണം. അമ്മ ലോകത്ത് തന്ന ഈശോയെ അതുപോലെ എനിക്ക് തരണമേ മാതാവേ. ഞാൻ അങ്ങനെ ഒരു പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തി. അതെൻ്റെ ഹൃദയത്തിൻ്റെ വലിയൊരു അനുഭവമായിരുന്നു ആ പ്രാർത്ഥന. എൻ്റെ കാര്യം മനസ്സിലാക്കി. എൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൽ പക്ഷാഭേദം പാടില്ല, പക്ഷെ എൻ്റെ സ്നേഹത്തിൽ പക്ഷാഭേദം ഉണ്ടായിരുന്നു. പിതാവാ ദൈവം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ആ ദൈവം എൻ്റെ ഏറ്റവും മുന്തിയ എൻ്റെ സ്നേഹം എൻ്റെ പിതാവിനോടാണ്. ഒരു വലിയ ബന്ധമാണ് പിതാവിനോടുള്ളത്. ഇപ്പോഴും ആ ഒരു സ്നേഹത്തിലാണ് ഞാൻ പോകുന്നത്. 2, പരിശുദ്ധ മാതാവ്, അതുപോലൊരു സ്നേഹമാണ് അമ്മയോടുള്ളത്, പരിശുദ്ധാത്മാവിനോടും. പക്ഷേ ഈശോയുടെ അത്രയും അങ്ങനെ ഒരു സ്നേഹം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇല്ല എന്ന് മനസ്സിലായി. സ്നേഹിക്കുന്നു ഇല്ലെന്നല്ല പറഞ്ഞത്, പക്ഷെ ആ പിതാവിനോടുള്ള ആ ഒരു ബന്ധം യേശുവിനോടുള്ള സ്നേഹത്തിലില്ല എന്ന് മനസ്സിലായി. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്: ഈശോ എനിക്ക് തരണമേ മാതാവേ. ഈശോയെ കൊണ്ട് എൻ്റെ ഹൃദയം നിറയണം. ഈശോ എന്നിൽ ജീവിക്കണം. ഈശോ എൻ്റെ ഹൃദയത്തിൽ ഈശോ ജീവിക്കണം. ശക്തനായ ദൈവമായിട്ട് ഈശോയിൽ വസിക്കണം. ഇത് ഞാൻ എന്നെ പൂർണ്ണമായിട്ട് തരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് എനിക്കത് മനസ്സിലായി. ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചതാണ്. ആ ഒരു നിറവാണ് ഉണ്ടാകേണ്ടത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ. യേശു ദൈവവുമായി, കർത്താവായി, രാജാവായി ഹൃദയത്തിൽ ഈശോ വസിക്കണം. ആ വചനം അവിടെ ജീവിക്കുമ്പോൾ, വചനശക്തിയോടെ ജീവിക്കുമ്പോൾ യേശു സർവ്വമഹത്വത്തോടെ വസിക്കും അവിടെ. അപ്പോൾ അനുഗ്രഹം പ്രാപിക്കാൻ ഇവിടെ നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വഴി ഇതാണ്: വചനത്തെ സ്നേഹിക്കുക, വചനം അനുസരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുന്നെഴുന്നേറ്റിരിക്കാം. നമുക്ക് ഈ 2025 വർഷം നമുക്കൊന്ന് വാഗ്ദാനം നൽകപ്പെടുന്ന അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹം ഓർത്തു വെച്ചുകൊള്ളുക. ഇതാണ് വാഗ്ദാനം. അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹം, അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹം എന്ന് പറഞ്ഞ്, അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹം, സമൃദ്ധി. അപ്പോൾ ഇതിൽ നിന്ന് വരുന്നതാണ് സമൃദ്ധി. രണ്ടും 2 തലമാണ്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയും അനുഗ്രഹങ്ങൾ വരും, ബ്ലെസ്സിങ്സ് എല്ലായിടത്തും വരും. സമൃദ്ധി എന്ന് പറയുന്നത് എന്തായിരിക്കും അർത്ഥം? സമൃദ്ധി എന്ന് പറഞ്ഞാൽ പ്ലെൻറ്റി, അതായത് മിച്ചമാണ്.
അല്ലേ അല്ലേ? പ്ലെൻറ്റി, മിച്ചം വരിക. കുട്ടികൾ 12 കൂടം മിച്ചം ശേഖരിച്ചതുപോലെ മിച്ചമാണ്. അപ്പോൾ നമുക്ക് ഈ വർഷം ഈ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ദൈവം നമുക്ക് തരാൻ പോകുന്നത് സമൃദ്ധിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വർഷത്തെ 2025 നൈറ്റ് വിജിലിൽ നിങ്ങൾ അനേകം പേർക്കൊന്ന് പറയാൻ സാധിക്കണം, ഈ വചനം മാംസം ധരിക്കപ്പെട്ടുവെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ അവകാശപ്പെടുന്നുവോ? നിങ്ങൾ അവകാശം പിടിക്കുന്നോ? ഇതിൽ നിങ്ങൾ ആ വചനത്തെ മുറുകെ പിടിച്ചു, അവകാശപൂർവ്വം പിടിച്ചു. ദൈവമേ, ഇവിടെ പ്രഘോഷിക്കപ്പെട്ടത്, അവിടുത്തെ അഭിഷേകത്തിൽ പ്രഘോഷിക്കപ്പെട്ട ഓരോ വാക്കുകളും ഈ വർഷം എൻ്റെ ജീവിതത്തിൽ അത് മാംസം ധരിക്കണം, അത് സംഭവിക്കണം. എനിക്കൊരു യാക്കോബായിട്ട് മാറണം. എനിക്ക് യാക്കോബിനെ പോലെ അനുഗ്രഹങ്ങളെ പിടിച്ച് മേടിക്കണം, വിശ്വാസം കൊണ്ട് പിടിച്ച് മേടിക്കണം. ബലപ്രയോഗത്തിലൂടെ അവൻ ദൈവരാജ്യം പിടിച്ചെടുക്കുന്നെങ്കിൽ ബലവാൻ ഇവിടെ വിശ്വാസത്തിൽ ബലവാനാണ്. ഒരുവൻ വിശ്വാസത്തിൽ ബലവാനാകുമ്പോൾ തൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് അവൻ ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ പിടിച്ചെടുക്കും. നമ്മൾ ദൈവം ആവശ്യപ്പെടുന്ന അതാണ്, ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കണം. അതാണ് യഥാർത്ഥമായ ദൈവങ്ങളുടെ ബന്ധം. മനസ്സിലായോ? വിശ്വാസമെന്ന ബലപ്രയോഗം, അത് ബലപ്രയോഗ വിശ്വാസം. അപ്പോൾ നമ്മൾ ബലം പ്രയോഗിച്ചപ്പോഴാണ് ഒരു ശക്തനായ ഒരു മനുഷ്യനെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കണമെങ്കിൽ നമ്മൾ ബലം വിളിച്ച് തള്ളാം, നമുക്ക് ശരീരത്തിൻ്റെ ബലം. നമ്മൾ അതുപോലെ തന്നെ ഇങ്ങോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആത്മാവിൻ്റെ ബലം, വിശ്വാസത്തിൻ്റെ ബലം, വിശ്വാസ ശക്തി കൊണ്ട് നമ്മൾ പിടിച്ചെടുക്കണം. ദൈവരാജ്യത്തിൻ്റെ വാഗ്ദാനങ്ങളെ പിടിച്ച് മേടിക്കണം. ഹല്ലേലൂയ. അത് നമുക്ക് ദൈവം തന്ന അനുഗ്രഹവും അവകാശവുമാണത്. എനിക്ക് തരണേ 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 എന്ന് പറഞ്ഞിരിക്കരുത്. എനിക്ക് വേണം, എനിക്ക് കിട്ടിയേ പറ്റൂ. ചോദിക്കാൻ പറ്റൂ? വിശ്വാസത്തിൻ്റെ വാക്കുകൾ നിന്റെ നാവിൽ നിന്ന് പുറത്തു വരട്ടെ. 2 ദിവസം മുമ്പ് ഒരു സഹോദരി പറയാണ്, എൻ്റെ സഹോദരൻ അടുത്ത് വെപ്പുണ്ടായത്, അതുകൊണ്ട് പറയാണ്, ഈ വർഷം ഞാൻ പിടിച്ച് മേടിക്കും. എൻ്റെ സഹോദരൻ അദ്ദേഹം പറഞ്ഞു, കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ഈ വർഷം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ വർഷം ഞാനത് പിടിച്ച് മേടിക്കും, ഞാനത് കിട്ടിയിരിക്കും. ഒരു 10-20 വയസ്സ് പ്രായ കുട്ടി കാണത്തുള്ളൂ. പക്ഷേ വാക്കുകൾ പറഞ്ഞപ്പോൾ അതിൽ ഉറപ്പിലാണ് അവൾ പറയുന്നത്. ഒന്നും ചോദിച്ചിട്ട് പറഞ്ഞാൽ ആൾ പെട്ടെന്ന് എൻ്റെ സഹോദരനോട് പറയുകയാണ്, ഞാനത് പിടിച്ച് മേടിക്കും, എനിക്ക് കിട്ടിയിരിക്കും, കർത്താവിനെ അനുഗ്രഹിച്ചിരിക്കും. അപ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകൾ, ഉറപ്പുള്ള വാക്കുകൾ വരുമ്പോൾ അത് കേൾക്കുന്ന ദൈവം അവിടെ ഇറങ്ങി വരികയാണ്. ഇതാണ് ബലപ്രയോഗം, വിശ്വാസത്തിൻ്റെ ബലപ്രയോഗം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് അനുഗ്രഹത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് വചനത്തെ അനുസരിക്കുക, അത് സ്നേഹപൂർവ്വം അനുസരിക്കുക എന്നുള്ളതാണ്, ഭയന്നല്ല. ഇനി അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയുള്ള അനുസരണമല്ല ഉണ്ടാകണം, മറിച്ച് ഈശോയുള്ള സ്നേഹത്തെ പ്രതി, പിതാവുള്ള സ്നേഹത്തെ പ്രതി അവിടെ നമുക്ക് നൽകിയിരിക്കുന്ന വചനങ്ങളെ നമ്മൾ സ്നേഹിക്കണം. സ്നേഹിച്ചനുസരിക്കുമ്പോൾ 100 മേനി ഫലം പുറപ്പെടുവിക്കും. സ്നേഹിച്ചനുസരിക്കുമ്പോൾ അത് 100 മേനി ഫലം പുറപ്പെടുവിക്കും. നനിയുമ്പോൾ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഞാനും ഒന്ന് അനുസരിച്ച് നോക്കട്ടെ, അങ്ങനെ നീ വെക്കരുത്. അതിനു വേണ്ടിയിട്ടല്ല, മറിച്ച് ഈശോയുള്ള സ്നേഹത്തെ പ്രതി, നിൻ്റെ സ്വർഗ്ഗത്തിലെ പിതാവിനുള്ള സ്നേഹത്തെ പ്രതി, പരിശുദ്ധാത്മാവുള്ള സ്നേഹത്തെ പ്രതി നീ വചനത്തെ അനുസരിക്കുമ്പോൾ ആ അനുഗ്രഹം, ആ സ്നേഹം അത് അനുഗ്രഹമായിട്ട് മാറും. അത് 100 മേനി ഫലം നൽകും. ഇതുവരെ ഉണ്ടായിരുന്ന വിലാപത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ചാക്കുവസ്ത്രമൊക്കെ അഴിഞ്ഞു മാറി ഇനി കർത്താവ് നിന്നെ മഹത്വത്തിൻ്റെ, തേജസ്സിൻ്റെ പുതിയ വസ്ത്രം ധരിപ്പിക്കട്ടെ. ധൂർത്തപുത്രൻ പന്നികളെ മേയിച്ചവൻ തിരിച്ചു തന്നെ പിതാവിൻ്റെ പക്കലേക്ക് വരുമ്പോൾ അവൻ്റെ വസ്ത്രമെല്ലാം കീറിപ്പറിഞ്ഞ് ദുർഗന്ധം വമിച്ചിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ പക്കലേക്ക്, പിതാവിൻ്റെ പക്കലേക്ക് വന്നവനെ പെട്ടെന്ന് അവിടുന്ന് പറഞ്ഞു, ഇവൻ്റെ മേലത്തരം വസ്ത്രം പുതപ്പിക്കുക. വളരെ വേഗത്തിലാണ് അവൻ്റെ മേൽ പുതിയ വസ്ത്രം അവനെ പുതപ്പിച്ചത്. അതേ പിതാവ്, അതേ ദൈവം ഈ രാത്രിയിൽ നിൻ്റെ മേലും അഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വസ്ത്രം നിന്നെ പുതപ്പിക്കട്ടെ, നിന്റെ മേൽ ഇട്ടു തരട്ടെ. ഹല്ലേലൂയ. തന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ആരാധന, ഗ്ലോറി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Glory, 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 hallelujah. Glory. Glory, hallelujah. Glory, glory, hallelujah. Glory, glory, hallelujah. Hallelujah. Praise you, Jesus. Praise you, Jesus. Hallelujah. Praise you, Jesus. Hallelujah. Praise you, Jesus. Hallelujah. Hallelujah. Jesus, hallelujah. Praise you, Jesus, hallelujah. Praise you, Jesus, hallelujah. Hallelujah. Love you, Jesus. Love you, Jesus, hallelujah. Love you, Jesus, hallelujah. Love you, Jesus, hallelujah. Hallelujah. Love you, Jesus. Love you, Jesus, hallelujah. Love you, Jesus. Hallelujah. 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 Thank you, Jesus. Thank you, Jesus, hallelujah. Thank you, Jesus, hallelujah. Thank you, Jesus. Hallelujah. Hallelujah. Thank you, Jesus. Hallelujah. Thank you, Jesus. Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. Thank you, Abba Father. 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 Hallelujah, hallelujah, Hallelujah. hallelujah, 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 hallelujah. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ പിടിക്കാം. പിതാവിന്റെ പകലിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അടുത്ത നാമത്തിലൂടെ പ്രഘോഷിക്കപ്പെട്ട ഓരോ വാക്കുകളും ഓരോ വാഗ്ദാനങ്ങളും ദൈവമേ ഈ കൂട്ടായ്മയിൽ ഓരോ സ്വീഡീസിൻ്റെ മക്കളിലും അത് മാംസം ധരിക്കട്ടെ. യാക്കോബിനെ ഉന്നതനാക്കിയ ജ്ഞാനമേ, ജോസഫിനെ ഉന്നതനാക്കിയ ജ്ഞാനമേ, ഇവിടെ ആയിരിക്കുന്ന ഓരോ യാക്കോബുമാരെയും ഓരോ ജോസഫുമാരെയും ഉന്നതരാക്കിയാലും ശക്തരാകട്ടെ. ഈ ജനം കടന്നുപോയ കാലങ്ങളിൽ കൊടുത്ത വലിയ വിലയും സഹനങ്ങളും കണക്കിലെടുത്തുകൊണ്ട് സ്വർഗത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ എസ്പിഡിസിൻ്റെ ഓരോ മക്കളുടെ മേലും കടന്നു വരുമാറാകട്ടെ. ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടിയ ജനം, ജീവിക്കുന്ന ദൈവത്താൽ വഴി നടത്തപ്പെടുന്ന ഒരു ജനം, ദൈവത്തിൻ്റെ വിശുദ്ധ ജനതയായി
അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തെ സാക്ഷ്യം വഹിക്കുന്ന ജനതയായി തീരുവാൻ ഇടവരട്ടെ. അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുത്തുന്ന ശാപത്തിൻ്റെ ചങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന കഴിഞ്ഞുപോയ ഞങ്ങളുടെ തലമുറകൾ, ഞങ്ങളുടെ പിതാക്കന്മാർ, നഷ്ടപ്പെട്ട് കിടക്കുന്നവരെല്ലാം കർത്താവിൻ്റെ വചനത്തിൻ്റെ അഗ്നിയിൽ അവരെല്ലാം കീഴടങ്ങട്ടെ. അവരെല്ലാം കീഴടങ്ങട്ടെ. ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന എല്ലാ തലമുറ അടിമകളും കീഴടങ്ങട്ടെ. സാധാരണ പിടിക്കുന്നവരെല്ലാം കീഴടങ്ങട്ടെ. ശത്രുവരെ വിട്ടയക്കട്ടെ. ദുഷ്ടപിശാചുവരെ വിട്ടയക്കട്ടെ. പിതാക്കന്മാർ മോചിതരാകട്ടെ. അടിമകൾ സ്വതന്ത്രരാകട്ടെ. യേശുവിൻ്റെ നാമത്തിലൊരു കീഴടങ്ങട്ടെ. സ്പിരിറ്റിൻ്റെ നാമത്തിലൊരു കീഴടങ്ങട്ടെ. സകല മുട്ടുകളും അടങ്ങട്ടെ. എല്ലാ അടിമകളും കീഴടങ്ങട്ടെ. ദൈവത്തിൻ്റെ വാഗ്ദാനമായ അനുഗ്രഹങ്ങൾക്കെതിരെ നിൽക്കുന്ന അശുദ്ധാത്മാക്കളെ കീഴടങ്ങ്. പിശാചുകളെ കീഴടങ്ങ്. ഈ ലോകത്തിലെ ദൈവങ്ങളെല്ലാം കീഴടങ്ങട്ടെ. എല്ലാ മുട്ടുകളും മുടങ്ങട്ടെ. സാത്താൻ കീഴടങ്ങട്ടെ. 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 വിട്ടുമാറട്ടെ. ഞങ്ങൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ. ഞങ്ങൾ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കട്ടെ. അബ്രാഹത്തിന്, ഇസ്ഹാക്കിന്, യാക്കോബിന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ മാംസം ധരിക്കട്ടെ. ശത്രുക്കളെ വിട്ടുമാറ്. പിശാചുകളെ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Spirit in Jesus, 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 Spirit in Jesus. Hallelujah, 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 hallelujah. Ave Maria, 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 Ave Maria,
Maria, Ave 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 Maria. ഇരുകരങ്ങളെയും ശിരസിൽ വയ്ക്കാം. കണ്ണിലടയ്ക്കുക. വിശ്വാസത്തോടെ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്ന് കൽപ്പിച്ചവൻ. ശ്രീ പ്രവചന ഗ്രന്ഥം വായിച്ചിട്ട് ആ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കേട്ടിക്ക് തന്നെ ഈ വചനം നിറവേറിയിരിക്കുന്നു. എന്നിവിടെ പ്രഘോഷിക്കപ്പെട്ട ഓരോ വാക്കുകളും ഈ ജനത്തിനിടയിൽ ഇവിടെ ജീവിതത്തിൽ അത് നിറവേറിയിരിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ ഓരോ വചനങ്ങളും നിന്റെ മേൽ നിന്റെ മേൽ നിന്റെ മേൽ നിന്റെ മേൽ അത് നിറവേറപ്പെട്ടിരിക്കുന്നു. അതിനെതിരെയുള്ള എല്ലാ നിയമങ്ങളും പിടിതെറിയപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ അലിഖിത നിയമം, ആർക്കും മാറ്റാനാവാത്ത അവിടുത്തെ നിയമം നിന്റെ മേൽ സുസ്ഥാപിതമായിരിക്കട്ടെ. നിറയട്ടെ, നിറയട്ടെ. പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി ആവശ്യിക്കട്ടെ. നിന്റെ ശരീരത്തിന് പുതുജീവൻ നൽകട്ടെ. നിന്റെ മനസ്സിന് ശക്തി നൽകട്ടെ. നിന്റെ ഹൃദയത്തിന് ആഴമായ ശുദ്ധീകരണ സൗഖ്യവും നൽകട്ടെ. നിന്റെ ആത്മാവിന് ഉണർവ് നൽകട്ടെ. റൈസ് Hallelujah. Glory. Hallelujah, glory, hallelujah, glory, hallelujah. Hallelujah, glory, hallelujah, glory. Hallelujah, glory, hallelujah, glory, hallelujah, hallelujah. Hallelujah, hallelujah, glory, hallelujah, hallelujah. Amen, glory. നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. Be filled. നിറയട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സൃഷ്ടി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സൃഷ്ടി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. കൈകൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. എല്ലാ ഹൃദയക്ഷതങ്ങളും സൗഖ്യം പ്രാപിക്കട്ടെ. മനസ്സിൻ്റെ എല്ലാ ഞെരുക്കങ്ങളും എല്ലാം വിട്ടു മാറട്ടെ. എല്ലാ മുറിവുകളും ഉണങ്ങട്ടെ. എല്ലാം ദൈവസ്നേഹം നിറയട്ടെ. എല്ലാ മനസ്സിലും ദൈവസ്നേഹം നിറയട്ടെ, നിറയട്ടെ. വചനം നിറയട്ടെ. അതിൻ്റെ ഹൃദയത്തിലും അതരത്തിലും വചനം എഴുതപ്പെടട്ടെ, വചനം സ്ഥാപിക്കപ്പെടട്ടെ. ഹൃദയത്തിലും അതരത്തിലും വചനം ഉണ്ടായിരിക്കട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി.
ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. എന്നെ പീഡിപ്പിക്കുന്ന ശാരീരികമായ എല്ലാ രോഗങ്ങളും, എല്ലാ വേദനകളും നിന്നെ വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ, വിട്ടു മാറട്ടെ. ശാരീരിക എല്ലാ വേദനകളും വിട്ടു മാറട്ടെ, രോഗങ്ങൾ വിട്ടു മാറട്ടെ. സൗഖ്യം ഉണ്ടാകട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ. അവൻ്റെ മുറിവിനാൽ നീ സുഖമാക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മുറിവിനാൽ നീ സുഖമാക്കപ്പെട്ടിരിക്കുന്നു. നീ സുഖമാക്കപ്പെട്ടിരിക്കുന്നു. നീ സുഖമാക്കപ്പെട്ടിരിക്കുന്നു. Be free, be free and be healed, be healed, be healed. ഓ സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. നന്ദി, നന്ദി, നന്ദി. എല്ലാ നട്ടല് വേദനയും വിട്ടു പോകട്ടെ, തണ്ടല് വേദന വിട്ടു മാറട്ടെ, കാൽമുട്ട് വേദന വിട്ടു മാറട്ടെ, ഇടറിയ പാദങ്ങൾ സുഖം പ്രാപിക്കട്ടെ, പിടലി വേദന വിട്ടു മാറട്ടെ, തലവേദന വിട്ടു മാറട്ടെ, മൈഗ്രെയിൻ വിട്ടു മാറട്ടെ, ശരീരത്തെ മുഴകൾ പിഴുതു മാറ്റപ്പെടട്ടെ, ട്യൂമറുകൾ നിർവീര്യമാക്കപ്പെടട്ടെ, എല്ലാ വേദനയും വിട്ടു മാറട്ടെ. ആമേൻ. ശ്വാസകോശങ്ങൾ സ്വതന്ത്രമാകട്ടെ, ഹൃദയവേശികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ആമാശയം സ്വതന്ത്രമാകട്ടെ, ഗർഭാശയം സ്വതന്ത്രമാകട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, കിഡ്നികളും ലിവറും സൗഖ്യം പ്രാപിക്കട്ടെ. ആമേൻ. സ്തുതിക്കുന്നു, സ്തോത്രം കർത്താവേ. ശരീരമാസകലം എല്ലാ നാഡീ ഞരമ്പുകളുടെ മേൽ, രക്തത്തുള്ളികളുടെ മേൽ, മാംസപേശികളുടെ മേൽ, സ്കിന്നിൻ്റെ മേൽ തവൻ്റെ ശക്തി ഇറങ്ങട്ടെ, 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 ഇറങ്ങട്ടെ. ബി ഫ്രീ ആൻഡ് ബി ഹീൽഡ്. ഓ തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹലം ബറ 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 ശരി രി 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 ശലം ബറ 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 ശരി രി 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 ശരി രി 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 രി. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, 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 ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ശാരീരിക സൗഖ്യവും അനുഗ്രഹമാണ്. രോഗികൾ നടക്കുന്നതിനല്ല, സൗഖ്യപ്പെട്ട് ആരോഗ്യമുള്ളവർ നടക്കുന്നതാണ് അനുഗ്രഹം. അതിനെതിരെയുള്ള എല്ലാ നിയമങ്ങളെയും നിർവീര്യമാക്കുന്നു, പിഴുതെറിയുന്നു. വിട്ടുപോകട്ടെ. ദൈവത്തിൻ്റെ മക്കൾ സ്വതന്ത്രരാകട്ടെ, സ്വതന്ത്രരാകട്ടെ. താൻ അഭിഷേകം നിന്റെ മേൽ ഇറങ്ങി നിന്നെ പൊതിയട്ടെ, നിന്നെ മൂടട്ടെ. യൂട്ടൂര് മുഴുവൻ നിറയട്ടെ, എല്ലാം വ്യാപരിക്കട്ടെ. പിന്നറ്റം വരെ ഗ്ലോറി. കണ്ണൂർ നോക്കുക. വീണ്ടും കൈകൾ തലയിൽ വയ്ക്കുക. വിശ്വാസപൂർവ്വം എൻ്റെ വന്ന അഭിഷേകത്തെ ഞാൻ സ്വീകരിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു.